Good evening, everyone who have gathered here. I, Mohammad Shahid, Assistant Professor, Department of Commerce, Anapoya Institute of Arts, Science, Commerce and Management, under Anapoya DMTB University, would like to welcome you all for today's informative and interactive session on about the course as well as the opportunities on CMA USA. We are going to be a part of this with the MyLogic today, and we are going to have a wonderful session. It is actually led by MyLogic. Here we have with us today Mr. C.A. Vinod Chandran, who is an enthusiastic CEO of MyLogic. He will be interacting with you. I would like to inform you that there are key speakers who will be interacting with you all. Just for your information, we have with us today Mr. Brian Hawk, CEO of Hawk International. We have with us Mr. Yasser Nair, entrepreneur, mentor, author, and urgent professor of IIM. We have with us Mr. Fenil Vadakan, manager, relationship development, India, IME. And as I said earlier, our leader of today's session, I can say, who is the CEO of MyLogic, CA Vinod Chandra. On behalf of Anapoya Institute of Arts, Science, Commerce and Management, as well as Anapoya DMTB University, I would like to welcome you all for today's webinar. I hand over the session to CA Vinod Chandra. Thank you, sir. Thank you, Shahidji. Thank you. Good evening, everyone. As we have a lot of crowd or majority crowd coming from Kerala, this session Malayalam once again, welcome you all for today's session. Anapoya, in association with MyLogic, presents about the career opportunities, particularly on CMA USA and its opportunities. ഞാൻ ആദ്യം നമ്മുടെ ഇന്നത്തെ അജണ്ടയിലേക്ക് വരാം. എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സെഷന്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് 1 hour എങ്ങനെയാണെന്നുള്ളത് ഐ എം ജസ്റ്റ് ഗിവിംഗ് യു എ ഇൻസൈറ്റ് അബൌട്ട് അവർ അജണ്ട. ഓക്കെ, നമ്മുടെ സ്റ്റാർട്ടിങ് വിത്ത് നമ്മൾ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ നല്ലൊരു വിഭാഗം +2 കഴിഞ്ഞ കുട്ടികളാണ്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, അത് CMA USA, CPA, CA, ICWL, CMA India, ഇതിനെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് SR നായർ സാർ ഉണ്ട്. അതായിരിക്കും നമ്മൾ ആദ്യത്തെ അജണ്ട. SR നായർ സാറിന്റെ സെഷനിലേക്ക് നമ്മൾ വരും ആദ്യം തന്നെ. ഐ വിൽ കം ടു ദാറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ CMA USA അറ്റ് എ ഗ്ലാൻസ് എന്നുള്ള രീതിയിൽ ഒരു ഓവറോൾ ഒരു ഓവർവ്യൂ തരാനായിട്ട് റൈറ്റ് പേഴ്സൺ ആണ് നമുക്കുള്ളത്. ഫെനിൽ വടക്കൻ, IMA-യുടെ കൺസൾട്ടന്റ് ഇന്ത്യ ഹെഡ് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാന ഒരു ദൗത്യം നിർവഹിക്കുന്ന വ്യക്തിയാണ്. I'll come to Fenil later on. Then we have Mr. Brian Hawk from US. അദ്ദേഹം he was kind enough to join. നമുക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ്, CMA USA ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റിയെ പറ്റിയിട്ട് മിസ്റ്റർ ബ്രയൻ ഹോക്ക് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം ഫൈനലി ഞാൻ ഒരു ബ്രീഫ് അബൌട്ട് എനപ്പോയും അതുപോലെ മൈലോജിക്കും അത് എങ്ങനെയാണ് നമ്മൾ ഇത് മൂവ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി തരുന്നതായിരിക്കും. ഐ ഹോപ്പ് എന്റെ സ്ക്രീൻ വിസിബിൾ ആണല്ലോ. എവരിവൺ ക്യാൻ സീ മൈ സ്ക്രീൻ. സംബഡി ക്യാൻ റെസ്പോണ്ട്? യെസ്. ഓക്കെ, താങ്ക് യു. നമ്മളപ്പോ ഇന്നത്തെ സെഷന്റെ ആദ്യത്തെ അജണ്ടയിലേക്കാണ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ ദ പ്രസന്റ് എറ എന്ന് പറഞ്ഞ് നമുക്കതിന് ഏറ്റവും എനിക്ക് ഒരു നിസ്സംശയം പറയാം, കേരളത്തില് ഇന്ന് ഇതിനെ പറ്റിയിട്ട് ഏറ്റവും അതോറിറ്റേറ്റീവായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മുടെ സെഷനിൽ വന്നിട്ടുള്ളത്. ശ്രീധരൻ രാധാകൃഷ്ണൻ നായർ സർ, പോപ്പുലർലി നോൺ ആസ് SR നായർ സർ. ഓക്കെ, എത്ര നമുക്കൊരു അരമണിക്കൂർ എനിക്ക് സാറിനെ തന്നെ പറ്റി പറയാൻ പറ്റും. അദ്ദേഹം ഒരു സീരിയൽ എന്റർപ്രണർ ആണ്, ഓതറാണ്, വളരെയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, മാനേജ്മെന്റ് ബുക്സും. അത് കണ്ടിന്യൂസ് ആയിട്ട് മാനേജ്മെന്റ് ടോപ്പിക്സിനെ പറ്റിയിട്ട് പ്രസന്റേഷൻ ഉണ്ട് സാറിന്റെ. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ IIM ലക്നൌവിലെ അഡ്ജന്റ് പ്രൊഫസറാണ്.
അതുപോലെ തന്നെ കേരളത്തിലുള്ള പല ലീഡിംഗ് മാനേജ്മെന്റ് ഓർഗനൈസേഷൻ, ഇപ്പോൾ കേരള മാനേജ്മെന്റ് അസോസിയേഷന്റെ പാസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. ടൈ പോലുള്ള ഓർഗനൈസേഷൻ, ടൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അക്രോസ് ദ ഗ്ലോബ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ കേരളത്തിലെ കോഫൗണ്ടർ ആയിരുന്നു. അങ്ങനെ നിരവധി കാര്യം അദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. അതിനും ഉപരിയായിട്ട് അദ്ദേഹം ഒരു നല്ലൊരു ഐ വുഡ് സേ ഒരു ആയിരക്കണക്കിന് കുട്ടികളെ കരിയർ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തി കൂടെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വാസ്റ്റ് നോളജ്, ഒരു വൊറേഷ്യസ് റീഡറാണ്. അദ്ദേഹത്തിന്റെ ആ നോളജ് വെച്ച് ഓരോ സ്റ്റുഡന്റിനും എങ്ങനെയാണ് ഒരു കരിയറിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ തരാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിലേക്ക് ഞാൻ വരികയാണ്. അദ്ദേഹം ഇന്നത്തെ സാഹചര്യത്തില് എന്താണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന് ഇമ്പോർട്ടൻസ് എന്നതിനെ പറ്റിയിട്ട് SR നായർ സാർ പറയുമായിരിക്കും. സർ, സ്നേഹപൂർവ്വം സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. സർ. Yeah, you can take the. Yeah, thank you very much. So I could see the turn. The representative of Yenapoya University and Chief Executive Officer of MyLogic, Mr. Fenil Vadaken, good friend. I have not met Mr. Brian Hawk, but I had seen him now on the screen here. I think he would also be addressing you. Okay. തുടക്കത്തിൽ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് ഐ റിയലി താങ്ക് ശ്രീ വിനോദ് ചന്ദ്രൻ ഫോർ ദിസ്. നെക്സ്റ്റ് 10-12 മിനിറ്റ്സിനകത്ത് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് നിങ്ങളോട് പറഞ്ഞു തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പുതിയ ന്യൂ സെഞ്ചുറി 21st സെഞ്ചുറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് 21 വർഷങ്ങളായി പുതിയ സെഞ്ചുറിയിലേക്ക് വന്നിട്ട്. ഈ ടേൺ ഓഫ് ദ സെഞ്ചുറിയിൽ തുടങ്ങിയിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടായിരുന്നത് IT മേഖലയിലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിട്ടാണ് ഇന്ത്യയിൽ എമ്പാടും, അത് കേരളത്തിലായാലും കർണാടകയിലായാലും എമ്പാടും 5,000-6,000 എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടായി. ഏത് എഞ്ചിനീയറിംഗ് സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് IT രംഗത്ത് ചേരുന്ന ഒരു നിലവിശേഷം IT രംഗത്ത് ചേരുന്ന ഒരു നിലവിശേഷം ഉണ്ടായി. അത് വളരെ നന്നായിരുന്നു. ബട്ട് ബിക്കോസ് ഇറ്റ് ഹാസ് ഗിവൺ large lakhs of people got employed in information technology arena. Big companies came to be formed. Infosys, more than about 2.5 lakhs employees. In the India, the largest employer in the country, including government and private put together, that is TCS, Tata Consultancy Services. They have more than about 500,000, 5 lakh employees in various countries, including India, majority of them in India, because they are into coding and they are into IT development activities. Same is with HCL, same is with Wipro, same is with Cognizant Technologies, same is with many other Mahindra, so many companies are there. All these companies are employing close to about, in hundreds of thousands of employees. Most of them are engineers. But in the last 5 years, we have seen a reversal to the employment that is happening in IT. Because coding and development activities has come down, IT moved into IT and ഉയർന്ന തലങ്ങളിലേക്ക് മുമ്പോട്ട് പോയി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, മെഷീൻ ലേണിംഗ് പുതിയ തലങ്ങളിലേക്ക് IT പോയതുകൊണ്ടും കൂടുതലായിട്ടുള്ള കോഡിംഗ് ആവശ്യകത കുറഞ്ഞതുകൊണ്ടും ആൾക്കാരെ എടുക്കുന്നതിൻ്റെ ആവശ്യകത കുറഞ്ഞു വന്നു. സോ ദാറ്റ് ഹാസ് ക്രിയേറ്റഡ് സം unemployment situation in the country. That is one side. I have told you about engineers. Because of this, India has come to be called as a IT superpower. I am told, or as per statistics, close to 55 to 60% of IT, that is being information technology applications that is being developed in the world, an Indian touches it. There is an Indian hand in that. It may be outside India, it may be inside India, it may be being coded in small scale companies or large companies or whatever it is. So to that extent, India had become a superpower in information technology. അതേ സമയത്ത് തന്നെ പാരലായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്റ്റഡിയുടെ വിശേഷമാണ് MBA, മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ആൾക്കാർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്, ഏത് ഗ്രാജുവേഷൻ ആയാലും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എടുക്കാൻ തുടങ്ങി. So that they can get into various functions of business: sales, marketing, accounts, finance, logistics, production, supply chain, you name it, all those things. So MBA.
There also, there had been a glut. In the last 5-6 years, we see that, since these technology companies are now not recruiting with the number, നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ the number ഇല്ലാത്തതിനാൽ, it is now the recruitment levels has come down. അതിന്റെ അർത്ഥം ഇന്ത്യയിൽ വീണ്ടും അൺഎംപ്ലോയ്മെന്റ് കൂടാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇത് പക്ഷെ നമ്മൾ ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില മേഖലകളിൽ കണ്ടിന്യൂസ് ആയിട്ട് റിക്വയർമെന്റ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. one such area is called commerce studies. സാധാരണ നിലയിൽ നമ്മളൊരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിൽ ഇപ്പോൾ ബോട്ടണി, സുവോളജി, ഹിസ്റ്ററി, സോഷ്യോളജി ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ എന്ത് ജോലി കിട്ടുമെന്നോ എവിടെ എത്തുമെന്നോ നമുക്കൊരു ഇത് പറയാൻ പറ്റത്തില്ല. വേറെസ് ഇഫ് യു ലേൺ BCom, അതൊരു ക്വാസി പ്രൊഫഷണൽ സബ്ജക്റ്റ് ആണ്. യു ക്യാൻ അറ്റ്ലീസ്റ്റ് വർക്ക് ആസ് എ അക്കൗണ്ട്സ് ക്ലർക്ക് ഓർ എൻ അക്കൗണ്ടന്റ് ഇൻ സം കമ്പനീസ്. ഒരു ജോലി സാധ്യത കൂടുതലായിട്ടുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ് BCom. ദാറ്റ് മീൻസ് ഈ എഞ്ചിനീയറിംഗ് ആൾക്കാർ IT-യിൽ പോകുമ്പോഴും ഈ MBA ആൾക്കാർ മാനേജ്മെന്റ് തലത്തിൽ പോകുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്ന ഒരു റിക്വയർമെന്റ് ആണ് അക്കൗണ്ട്സ്, ബുക്ക് കീപ്പിംഗ്, ഫിനാൻസ്, മാനേജ്മെന്റ്, ഓൾ ദോസ് തിങ്സ്. ഇനി വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആസ് പെർ ദ യുണൈറ്റഡ് നേഷൻസ് ദർ ഈസ് 193 രജിസ്റ്റേർഡ് ഓർ അപ്രൂവ്ഡ് കൺട്രീസ് ഇൻ യുണൈറ്റഡ് നേഷൻസ്. അതിൽ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് had approved 193 countries. One country, somebody says it is 194 because Vatican is also considered to be a country, but normally it is called 193 countries actually. Now if you really look at it, in these 193 countries, what is that which is holding up this relationship between the countries? That you have to really understand. What is holding up the relationship between these countries is the trade and commerce that is happening between these countries. Allade political connection alla. If political connection is there, India would have had lot of Democrats and Republicans illa. America il BJP kar undayane adu illa. So ad artham nammal manasilakkendathu, countries in the world are held together by the trade and commerce. വാണിജ്യവും വ്യാപാരവും കൺട്രികൾ തമ്മിൽ നടക്കുന്നതിനെ അതിലാണ് കൺട്രീസിന്റെ ഹോൾ ഈക്കോസിസ്റ്റം, the whole economic system. ഈ മുഴുവൻ രാജ്യത്തിൽ ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ മുമ്പോട്ട് പോകുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരവും വാണിജ്യവുമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരവും വാണിജ്യവും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആരാണ് ഇത് നയിക്കുന്നത്, ആരാണ് ഇതിൽ ഇൻഡൾജ് ചെയ്യുന്നത്, ആരാണ് ഇവിടെ വർത്തിക്കുന്നത് എന്നുള്ളതാണ്. വി വിൽ അണ്ടർസ്റ്റാൻഡ്. അത് നമ്മൾ ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും കൂടുതലായിട്ട് ഈ മേഖലയിൽ തൊഴിൽ സാധ്യതകൾ, അതായത് ഇന്റർനാഷണൽ ട്രേഡ്, ഇന്റർനാഷണൽ കൊമേഴ്സ്, ഇന്റർനാഷണൽ അലയൻസസ്, എക്സ്പോർട്സ്, ഇമ്പോർട്ട്സ്, ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് ജോലി സാധ്യതയുള്ളത് ഈ അണ്ടർ ഗ്രാജുവേറ്റ്സ്, BCom ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് മാനേജ്മെന്റ് പ്രോഗ്രാംസിൽ ക്വാളിഫിക്കേഷൻസ് അറ്റൈൻ ചെയ്തിട്ടുള്ളവരാണ്. BCom എന്ന് പറയുന്നത് കൊമേഴ്സ് മാനേജ്മെന്റിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. നമ്മൾ സാധാരണ കാണാറുണ്ട് കുട്ടികൾ MComന് പോകാറുണ്ട്, അല്ലെങ്കിൽ കുറെ സർട്ടിഫിക്കേഷൻസിന് പോകാറുണ്ട്. ഇന്ത്യയിൽ സാധാരണ നമ്മുടെ സൊസൈറ്റിയിലും അക്രോസ് ദ കൺട്രി നമ്മൾ ഏറ്റവും വിലമതിക്കുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. എല്ലാവർക്കും അറിയാം. ഇൻഫാക്ട് ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റിന്റെ അല്ലെങ്കിൽ +2 കൊമേഴ്സ് സ്ട്രീം എടുത്ത് പഠിച്ച ഒരു കുട്ടിയുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാനായിട്ടായിരിക്കും. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സൊസൈറ്റൽ വാല്യൂ ഈസ് വെരി ഹൈ, റെമ്യൂണറേഷൻ ഈസ് വെരി ഹൈ, ഓർ your chance of making money is very high. You can become an independent professional, അല്ലെങ്കിൽ you can work in large companies. CFO ആയിട്ടും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിലൊക്കെ മൂവ് ചെയ്ത് എത്തത്തക്ക രീതിയിലുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു പൊസിഷനാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ബട്ട് നമ്മളെല്ലാം കാണുന്ന ഒരു കാര്യം, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇത് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ മാൻഡേറ്റിൽ ഉണ്ടായ ഒരു ഓർഗനൈസേഷനാണ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ സ്റ്റാറ്റ്യൂട്ടറി ലെവലിൽ ഉണ്ടായ ഒരു ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെയാണ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ICW എന്നാണ്. അവരിപ്പോൾ കൊടുക്കുന്ന ക്വാളിഫിക്കേഷൻ നമ്മൾ ഇന്ത്യൻ CMA എന്നാണ് പറയുന്നത്. പണ്ടിതിന് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടന്റ് എന്നാണ് പറയുന്നത്. ഇതിൽ രണ്ടിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം വിജയസാധ്യതകൾ വളരെ കുറഞ്ഞത് എന്നുള്ളതാണ്. അതായത് ലൈക്ക് സംടൈംസ് 1 digit, സിംഗിൾ ഡിജിറ്റ്, സംടൈംസ് ലോവസ്റ്റ് ഓഫ് ദ 2 digit, അത്രേ ഉള്ളൂ. ഒരു 100 പേര് CAക്ക് യു അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, if you are not a commerce graduate, you have to go for the foundation.
അത് പാസ്സാകണം, എൻട്രൻസ് എന്ന് പറയും. ദെൻ യു കം ഇൻ ടു ദ ഇന്റർ. ഓക്കെ, അവിടെ വരുമ്പോഴത്തേക്ക് 2 ഗ്രൂപ്പ് ഉണ്ട്, ഓരോ ഗ്രൂപ്പിന് 4 പേപ്പർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ദെൻ യു ഹാവ് ടു പ്രാക്ടീസ്. ഓക്കെ, ഇന്റേൺഷിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷൻ വരുന്നത്. അവിടെയും 2 ഗ്രൂപ്പ് ഉണ്ട്. ഇതൊക്കെ പാസ്സാവണമെന്നുണ്ടെങ്കിൽ എല്ലാ പേപ്പറും പാസ്സാകണം. അത് മാത്രം പോരാ, അഗ്രഗേറ്റ് ആയിട്ട് ഇത്ര പെർസെൻറ്റേജ് ഉണ്ടാവുകയും വേണം. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, സാധാരണ 100 കുട്ടികൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കാനായിട്ട് കയറുമ്പോഴത്തേക്ക് അവസാനം പരീക്ഷ പാസ്സായി വരുന്നത് 5 പേരോ 6 പേരോ ഓർ മാക്സിമം 7, 8, 9 പേരൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് പ്രയാസം? ഇൻഫാക്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഓഫ് ഇന്ത്യയുടെ പരീക്ഷ CA ടെസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തുള്ള തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം, 2 എക്സാമിനേഷൻ ഒന്നാണ്. ഐ തിങ്ക് പീപ്പിൾ സേ ദാറ്റ് ഈവൻ CFA സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് അതും വളരെ ടഫ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ ടഫ്, വർഷങ്ങളായി എഴുതി ജയിക്കാത്തവരുണ്ട്, വർഷങ്ങളായിട്ട് എഴുതി അവസാനം പാസ്സായി വരുന്നവരുണ്ട്. അപ്പോൾ വളരെ കൂടുതൽ ഏജ് ആയി പുറത്തു വരുന്നവരുണ്ട്. ഇപ്പൊ CAയിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CA സ്റ്റഡീസിന് വളരെ കൂടുതൽ കോൺസെൻട്രേഷനും വളരെ കൂടുതൽ സമയവും വളരെ കൂടുതൽ എഫർട്ടും വളരെ കൂടുതൽ പ്രിപ്പറേഷൻസും ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾ സാധാരണയായിട്ട് അങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യാൻ മുതിരാറില്ല. അവർക്ക് സിനിമ കാണണം, കളി. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വീട്ടിലായിരിക്കാം. എന്നാൽ തന്നെയും ഒരു 16 to 18 hours ഡെയിലി പഠിക്കുകയും റിവൈസ് ചെയ്യുകയും അന്നുള്ളതിനെ ഹൃദയസ്ഥമാക്കുകയും ഹോംവർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയും വീണ്ടും പഴയ പഠിച്ചതിനെ റിവൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കണ്ടിന്യൂസ് ലെവൽ ഓഫ്, അതിന് നമ്മൾ ശരിക്കും മലയാളത്തിൽ പറഞ്ഞ ഒരു തപസ്യ എന്ന് പറയും. ആ തപസ്യയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ആർക്കും +2 കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് CA പാസ്സാവാനാകും. ബട്ട് ഇഫ് യു ആർ അൺവില്ലിംഗ് ടു സ്പെൻഡ് ദിസ് മച്ച് ഓഫ് എഫേർട്സ്, ഇഫ് യു ആർ അൺവില്ലിംഗ് ടു പ്രിപ്പയർ, അത് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സിനിമ കാണണം, കുറച്ച് നെറ്റിൽ പോകണം, കുറച്ച് കൂട്ടുകാരോട് സമയം എടുത്തണം, നിങ്ങൾക്ക് എന്റർടൈൻമെന്റ്സ് ഒക്കെ വേണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ അത്രത്തോളം കൊമേഴ്ഷ്യലി ബ്രില്യൻ്റ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ CA, ഞാൻ സാധാരണ കാണുന്നത് CAയുടെ ഫൈനൽ എക്സാം വരുമ്പോഴത്തേക്ക് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു ഹാഡ് പാസ്ഡ് happens to be about less than 10% ആണ്. അപ്പോൾ 90% ഓഫ് പീപ്പിൾ ആർ ഫെയിലിംഗ് എന്നാണ് അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കിയത്. വർഷങ്ങളായിട്ട് പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാതെ പോകുന്ന ആൾക്കാരെയും വളരെ കൂടുതലായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കീനോട്ട് കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങൾ കൂടുതലും +2 സ്റ്റുഡൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ BCom പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പാരലായിട്ട് നിങ്ങൾക്ക് CA പഠിക്കാം. പക്ഷേ ഇഫ് യു ആർ വില്ലിംഗ് ടു സ്പെൻഡ് ദാറ്റ് മച്ച് ഓഫ് ടൈം, and if you're willing to put that much of efforts, if you're willing to completely dedicate yourself the next 3 years into this, there is a very good chance that you can pass the CA, or there is a very good chance that you can pass the ICWA, which is called Indian CMA. The qualification is called Indian CMA. അപ്പോൾ നിങ്ങൾ പറയണം, സാറേ അത് പറ്റത്തില്ല, കുറച്ച് എന്റർടൈൻമെന്റ് വേണം, കുറച്ച് സിനിമ കാണണം, കുറച്ച് നെറ്റ് ബ്രൗസ് ചെയ്യണം, എല്ലാത്തിലും നമ്മൾ വ്യാപരിക്കുകയും വേണം, എന്നാൽ CA കിട്ടും. ബുദ്ധിമുട്ടാണ്. then you have to really go through a long distance run, മാരത്തോൺ പോലെ പോകണം, 10 വർഷം 12 വർഷമൊക്കെ എടുക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് അതർ ഓൾട്ടർനേറ്റീവ്സ്? അങ്ങനെ നമ്മൾ പറയുമ്പോഴാണ് അതർ ഓൾട്ടർനേറ്റീവ്സ് കംസ് ഇൻ ദ ഫോം ഓഫ് ACCA. ഓക്കെ, അത് ഈ CAക്ക് തത്തുല്യമായ ബ്രിട്ടീഷ് UK based ആയിട്ടൊരു ക്വാളിഫിക്കേഷൻ ആണ്. Then there are other qualifications such as American CMA, US CMA, and there is other qualification called British CIMA, etc. ഇതുമല്ല, there is another course, we call it mother of all qualification എന്ന് പറയുന്ന CPA, അമേരിക്കൻ CPA. ഓക്കെ, നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ കാലം കുറച്ചുകൂടി ഗമയുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് CPA സാധാരണയായിട്ട് ആൾക്കാർ പറയുന്നത്. ഓക്കെ, നിങ്ങൾ പറയാണ് എനിക്ക് അത്രത്തോളം എഫർട്ട് ഇടാൻ പറ്റത്തില്ല, എനിക്ക് അത്രത്തോളം സമയം മെനക്കെടുത്താൻ പറ്റില്ല, എനിക്ക് എൻ്റെ എന്റർടൈൻമെന്റ്സും എല്ലാ കാര്യങ്ങളും വ്യാപരിക്കുകയും വേണം, എന്നാൽ എനിക്ക് ഒരു നല്ലൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആർജിക്കുകയും വേണം എന്നുണ്ടെങ്കിൽ then you should look at those qualifications which you can prepare well in limited number of months and get a globally accepted qualification. ആ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ the best that you can go for is CMA, that is Certified Management Accountant Program developed by Institute of Management Accountants, New Jersey in the USA. That's one of the more than 100-year-old organization ആണ്. നമ്മുടെ ICAI ഇൻസ്റ്റിറ്റ്യൂട്ടിന് തത്തുല്യമായ അമേരിക്കയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അവർ തരുന്ന ക്വാളിഫിക്കേഷൻ ആണ്. ഞാൻ ഇതിനെ വളരെ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഗോൺ ആൻഡ് സീൻ ദിസ്. ഇത് വളരെ കണ്ടംപററി ആയിട്ടുള്ള കോഴ്സസ് ആണ്.
അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഇപ്പൊ ഉദാഹരണം അനലിറ്റിക്സ്, ഇപ്പൊ അമേരിക്കൻ CMA സ്റ്റഡി, US CMA സ്റ്റഡീസിൽ ഈവൻ ബിസിനസ് അനലിറ്റിക്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അക്കൗണ്ടിങ് വന്നിട്ടുണ്ട്, ബുക്ക് കീപ്പിംഗ് വന്നിട്ട്, ഓൾ ദോസ് തിങ്സ് ആർ ദേർ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് 2 പേപ്പർ പാസ്സാകാനുള്ളൂ. ഒരു വിത്തിൻ അബൌട്ട് 8-9 months നിങ്ങൾക്ക് ഇത് പഠിച്ചു തീർക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഒരു അത് പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ +2 ആണെന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളിപ്പോൾ എന്നെപ്പോയ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ BComന് ജോയിൻ ചെയ്യുകയാണ്, യൂണിവേഴ്സിറ്റിക്ക് അതൊരു കമ്പൈൻഡ് അല്ലെങ്കിൽ ട്വിൻ പ്രോഗ്രാം, ഓക്കെ, ഡ്യുവൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. They will say that I will teach you both chartered accountancy and BCom, or I will teach you CMA and BCom, I will teach you BCom with ACCA. ഇതില് പെട്ടെന്ന് പാസ്സാവാനും അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്യാനും പാസ്സാവാനും പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് അമേരിക്കൻ CMA. അറ്റ് ദ സെയിം ടൈം ഞാനതിന് ഒരു കാരണവശാലും ഐ ഡോണ്ട് വാണ്ട് ടു റൺ ഇറ്റ് ഡൗൺ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്രോഗ്രാം, വെരി കണ്ടംപററി, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബയും കരിക്കുലവുമാണ്. പാസ്സാവുന്നതിന് പോയിട്ട് ഇങ്ങനെ നമ്മൾ തുണ്ടുവെച്ച് പാസ്സാവുന്നതല്ല. നല്ല ഫണ്ടമെന്റൽ നോളജ് വളരെ വളരെ നല്ലവണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാവാൻ പറ്റുള്ളൂ. ബട്ട് കമ്പയർഡ് ടു CPA, കമ്പയർഡ് ടു ACCA, കമ്പയർഡ് ടു ഇന്ത്യൻ CA, കമ്പയർഡ് ടു ഇന്ത്യൻ CMA എക്സെട്ര, നമുക്ക് വളരെ ഈ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസി നമ്മുടെ BComനോടൊപ്പം തന്നെ പാസ്സാകത്തക്ക രീതിയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു എക്സാമ്പിൾ ആണ്. മൈ നെഫ്യൂ, he stood very high in എറണാകുളത്തെ ഒരു CBSE സ്കൂളിൽ നിന്ന് വളരെ ഹൈയിൽ മാർക്ക് പാസ് ആയിട്ട് without any entrance he could get admission in Christ University in Bangalore. Christ University was conducting a program with BCom CA. അയാൾ അവിടെ ജോയിൻ ചെയ്തു, അവിടെ പഠിച്ചിട്ട് അയാൾ ഫൗണ്ടേഷൻ പാസ്സായി. then he went to the ഇന്ററിന് പോയപ്പോഴത്തേക്ക് 2ാം വർഷം വന്നു, ഒരു ഗ്രൂപ്പ് പാസ്സായി. ഓക്കെ, അതിന് 2ാമത്തെ ഗ്രൂപ്പ് പിന്നെ എഴുതി പാസ്സായില്ല, പിന്നെ എഴുതി പാസ്സായില്ല. അപ്പോൾ ഫൈനൽ ഇയർ കഴിഞ്ഞു, പാസ്സായില്ല. ഫൈനലി ദാറ്റ് ബോയ് വാസ്, I found him to be a very good trier. I found him to be a very good student. But in spite of his best efforts, because he is learning CMA, he is learning BCom, he is learning chartered accountancy, he is also studying in a Adipoli university called Christ in Bangalore. So there are other entertainment aspect also attached with that. So he was not able to dedicate 16 to 18 hours a day, and he could not complete his intern. So he came to me, he was very disappointed. In fact, he was very, very upset with himself. He was very depressed. When he came to me, I sent him to meet Vinod Chandran, because he is a chartered accountant himself. I said, you go meet him, because Bangalore, Mr. Vinod Chandran also was in Bangalore. So he went and met Mr. Vinod Chandran. He said, do one thing. Let us first of all try to get into, you first of all get a qualification. Okay. And he was so upset that he did not want to do CA trying again. So ഞങ്ങളെല്ലാം കൂടി പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് CA പിന്നീട് എഴുതാം. നമുക്ക് പെട്ടെന്നായിട്ട് BCom, നിങ്ങൾ ഇപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി BCom കിട്ടിയല്ലോ, ഇനി നമുക്ക് പെട്ടെന്നായിട്ട് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആർജിക്കണം എന്ന് പറഞ്ഞിട്ട് അയാളെ മിസ്റ്റർ വിനോദ് ചന്ദ്രനെ ഏൽപ്പിച്ചു. ഇൻ ദ ഫസ്റ്റ് ട്രൈ ഇറ്റ് സെൽഫ് ഹി ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് CMA. So once he had completed his, in fact, the same boy had undergone a quiz program sponsored by IMA at Pune, and they had won the first prize on that, because of which Fennel has given them a scholarship. Fennel Vadakan had given them a scholarship also to study. So on that only he had studied in logic. Okay, so he passed it, and post that he was able to get a job with Arvind Group at about close to about 50,000 rupees per month. ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ സാധാരണ ഒരു BCom മാത്രം പാസ്സായിട്ട് നിങ്ങൾക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10,000 കേരളത്തിലാണെങ്കിൽ 10,000-നും 15,000-നും ഇടയിൽ, ബാംഗ്ലൂരിലും കർണാടകയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10,000-നും 20,000-നും ഇടയിൽ ജോലി കിട്ടും. ആൻഡ് യു വിൽ ഫൈൻഡ് ദ ജോബ് ടു ബി അട്ടർ ബോറിംഗ്. ബോറൻ ജോലി ആയിരിക്കും, ബുക്ക് കീപ്പിംഗ് ആയിരിക്കും, കിതാബിൽ എഴുതുന്നതായിരിക്കും, ജേർണലും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. Whereas because he had completed his BCom, and of course പുള്ളി ഇന്ററിന്റെ ഒരു ക്വാളിഫിക്കേഷൻ, ഒരു പേപ്പറിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഈ CMAയുടെ ബലത്തിൽ they had Arvind Group as given. Arvind is a large group of Lal Bhai Group എന്ന് പറയും, one of the finest of business houses in the country. അവിടെ ജോലി കിട്ടുകയും കഴിഞ്ഞ 1.5 വർഷമായിട്ട് he is now working in that place, earning about 50,000 rupees per month. That is about 6 lakhs rupees per annum salary. Now ഇത് ഒരു എൻ്റെ വ്യക്തിപരമായ ഒരു എക്സ്പീരിയൻസ് ആണ്. I will also tell you വേറെ എക്സ്പീരിയൻസ് പറയാം. ഐ ആം എ ബിസിനസ് മെന്റർ ആൻഡ് കൺസൾട്ടന്റ് ആയിട്ട് പല സ്ഥാപനങ്ങളെയും സഹായിക്കാറുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരാളുടെ ഖത്തറിലെ ഒരു കമ്പനിയിൽ ഐ ഹാഡ് ബീൻ എ കൺസൾട്ടന്റ്. സോ ഐ യൂസ് ടു ഗോ ടു ഖത്തർ എവറി 3 months. ഖത്തറിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു അനൂപ് കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു BCom പാസ്സായ ഒരാള്, he enrolled himself in the local IMA chapter at Qatar, passed it.
പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് 1500 ഖത്തർ റിയാലിന് വർക്ക് ചെയ്യുന്ന അനൂപ് കുമാറിന് 3500 ഖത്തറി റിയാൽ ശമ്പളത്തിൽ ഉയർത്തുകയും അവന് മുദീർ എന്ന് വെച്ചാൽ മാനേജറായി പ്രൊമോഷൻ കൊടുക്കുകയും ഒരു കൊച്ചു ക്യാബിനിലേക്ക് അവനെ മാറ്റുകയും ചെയ്യുകയുണ്ട്. Same BCom with Institute of Management Accountant CMA, because in Middle East countries they give a lot of value to the CMA course of IMA. ഇപ്പോൾ of course അവിടെയും ലോകമെമ്പാടും കൊറോണയുടെ പ്രഭാവം ഉണ്ടെങ്കിലും കാര്യങ്ങൾ ശരിയാകുമ്പോഴത്തേക്ക് ഈ ക്വാളിഫിക്കേഷൻ നല്ല വാല്യൂ കൊടുക്കുന്ന കൺട്രികളിലുള്ളതാണ് GCC nations. So he is working very well there. Even now he is working, sending good money home and living a good life. So what I am communicating is that if you want to pass CA, you can do it. If you want to pass CPA, you should be willing to put up that level of an effort. ആ എഫർട്ടും പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒരു ആവറേജ് ലെവലിൽ പോകണം, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു ക്വാളിഫിക്കേഷൻ ആർജിക്കണമെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ക്വാളിഫിക്കേഷൻ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഈസ് IMA Institute of Management Accountant CMA ആയിരിക്കും. And ഈ കോഴ്സ് I understand that will be given to you, that details will be given to you by Mr. Fenil Vadakan as well as Vinod Chandran as well as Brian Huck, because this is approved all over the world. ഇത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ മാത്രമേ, across the world this is approved. So I think if you really want a global professional qualification along with the BCom that you do with Enepoya University, I think you should be able to join for this program with BCom CMA. And if you're smart enough and if you say that I would like to do chartered accountancy, you can again same place you can join for the BCom with chartered accountancy or similar programs on that. Okay, so this is what I would like to close by, because within 1 hour there are 3-4 speakers available. We know they have been showing me big eyes, sir. Please, why don't you stop? His eyes was visible to me, and Fenil also was feeling restless out there. So I will stop at this. താങ്ക് യു വെരി മച്ച്. ഞാൻ കാണുന്ന ഒത്തിരി പേരുകൾ കാണുന്നുണ്ട്. ഈ പേർക്ക് ആരുടെയും മുഖം കാണുന്നില്ല. ഈ പേരുള്ള എല്ലാവരെയും എനിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നല്ല നിലയിൽ വരട്ടെ എന്ന് അഭിവാദ്യത്തോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. സർ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറെ തോട്ട്സ് ആണ് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ തന്നത്. സാർ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഒരു സമ്മറി എടുക്കുകയാണെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ കൊമേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി. അത് നമുക്ക് പലയിടത്തും ഈ എഞ്ചിനീയറിങ്ങിനുള്ള ഡിമാൻഡ് കുറയുന്നത് അതിൽ നിന്നും, എന്നാൽ കൊമേഴ്സിന് ഓരോ സ്ഥലത്തും ഈ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ പോലും എത്രയോ സീറ്റുകളിൽ കൊമേഴ്സ് BComന് മാത്രം ചെയ്യുന്നതും വളരെ എവിഡന്റ് ആണ്. അപ്പൊ സാർ പറഞ്ഞതിൽ നിന്ന് ആ ഒരു എക്സ്ട്രാക്ട് എടുക്കുകയും അതിനോടൊപ്പം എന്നാൽ ഇപ്പൊ മറ്റു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിനുള്ള ചലഞ്ചസ്, ഇപ്പൊ CA സാർ പറഞ്ഞ വളരെ വാസ്തവമാണ്. ഇപ്പൊ ഞാൻ പേഴ്സണലിയും അനുഭവം ഇപ്പൊ പറഞ്ഞ എത്രയോ അറ്റംപ്റ്റുകൾ കഠിനാധ്വാനം ചെയ്ത് കടന്നു വന്ന ഒരു വ്യക്തിയിൽ നിന്നുള്ളതിൽ അതിന്റെ ഒരു ചലഞ്ചസ് അറിയാവുന്നതാണ്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഭംഗിയായി ചുരുങ്ങിയ കാലഘട്ടത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് CMA USA വഴി നമുക്ക് സാധ്യമാവുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് BCom കഴിഞ്ഞിട്ടാണ് കുട്ടികൾ CMA USA പറ്റി ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇന്ന് BComനോടൊപ്പം തന്നെ നമ്മൾ BCom പഠിക്കുമ്പോൾ ഒപ്പം തന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, അത് ഇന്റഗ്രേറ്റഡ് വാക്ക് ഉദ്ദേശിക്കുന്ന പോലെ BComനോടൊപ്പം തന്നെ ചേർന്ന് CMA USA പഠിക്കാനുള്ള സൗകര്യം എനെപ്പോയ യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ എനോപ്പോയ യൂണിവേഴ്സിറ്റി BCom, അതൊരു ഒരു വിഷനാണ് അത്. ഓക്കെ, BCom പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾ CMA USA പഠിച്ച് പാസ്സാവണം, എന്നാൽ BCom കഴിയുമ്പോൾ തന്നെ അവർക്ക് ജോലിയിലേക്ക്, നല്ല ജോലികളിലേക്ക്, സാർ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ് അതുപോലെ കയറാൻ സാധിക്കും എന്നുള്ള ഒരു ഇൻസൈറ്റ് ആണ് ഈ എനപ്പോയ യൂണിവേഴ്സിറ്റി സൗകര്യം ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ ആ CMA USA എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് വളരെ വിപുലമായിട്ട് ഒന്ന് മനസ്സിലാക്കി തരാനായിട്ട് നമുക്ക് ഇന്ന് ഫെനിൽ വടക്കൻ ഇവിടെയുണ്ട്. എഗെയിൻ ഫെനിലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ബട്ട് എഗെയിൻ ഫെനിലിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വളരെ, അതായത് ഫെനില് കേരളത്തിൽ ഷൊർണൂർ എന്നുള്ള അവിടെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ഇന്ന് ഇന്ത്യയില് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏകദേശം 1.5 ലക്ഷം മെമ്പേഴ്സ് ഉള്ള ഒരു അസോസിയേഷൻ ആണ് IMA എന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് US. 1.5 ലക്ഷം. ഓക്കെ, അത്രയധികം മെമ്പർഷിപ്പ് ഉള്ള, അതിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാന ഒരു റോള് വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഒരു ഷൊർണൂരുള്ള ചെറിയ സ്ഥലത്ത് നിന്ന് ഉയർന്നു വന്ന് കഠിനാധ്വാനം കൊണ്ട്
വളരെയധികം ഹാർഡ് വർക്ക് വഴി ഈ ഒരു ഏറ്റവും ഉന്നത നിലവിലേക്ക് അദ്ദേഹത്തിന് വരാൻ സാധിച്ചു. അദ്ദേഹം മാനേജർ റിലേഷൻഷിപ്പ് ഡെവലപ്മെന്റ് ഇന്ത്യയുടെ IMA ഇന്ത്യ ആണ് അദ്ദേഹം ഹെഡ് ചെയ്യുന്നത്. അതുകൂടാണ്ട് വളരെയധികം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അലൂമിനിയാണ്. അതുപോലെ തന്നെ പല പ്രൊഫഷണൽ ബോഡീസിലും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് സ്പീക്കേഴ്സ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ IMA പറ്റിയിട്ട് അതുപോലെ തന്നെ CMA USA പറ്റിയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ഒരു ഇൻസൈറ്റ് തരാനായിട്ട് ഞാൻ ഫെനിലിനെ ഹൃദയപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. ഫെനിൽ, ഓവർ ടു യു. യു ക്യാൻ ഷെയർ ദ സ്ക്രീൻ. താങ്ക് യു വിനോദ്. SR sir, ഞാൻ സത്യം പറഞ്ഞ സാറിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. So it's always, great to listen to you, and your story, like I always tell the same thing, the energy which you carry, I think no one can replace that. ഒരു സെക്കൻഡ്, പിന്നെ SR സാറിന് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പൊ ഞാൻ സാർ വളരെ ചുരുക്ക സമയത്തിൽ ഞാൻ വിളിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. സർ, താങ്ക് യു വൺസ് അഗൈൻ ഫോർ I may try to join you back if I close it early. Maybe sure. just 15 Thank you minutes. so Thank you very Thank much. Okay. Vinod, my screen is visible? Yes, it is visible. Okay. So once again, good evening, everyone, and good evening, students who are interested to join with university, the professors from Anapoya University, Brian, SR Nair, Vinod. So we always see we all work together. So it's one part and one family. We work together for the same goal. End of the day, നമ്മുടെ goal എന്താണ്? ഇന്ന് ഇൻഡസ്ട്രിയിലെ ഒത്തിരി സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നുണ്ട് അല്ലെ? ഇന്ന് according to NASSCOM or some of the agencies, what they say, only 10% of graduates are employable. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ന് ഡിഗ്രി പഠിച്ചിറങ്ങുന്നതിലെ 10% ആൾക്കാർക്ക് മാത്രമേ നല്ലൊരു ജോബ് കിട്ടുന്നുള്ളൂ. ഇതിന് കാരണം ജോബ് ഇല്ലാത്തതാണോ? No, not at all. It's because of what skill set an industry looking at and what you carry yourself. ഇത് രണ്ടും തമ്മിൽ വരുന്ന ആ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കുന്നതിന് കാരണം. അവിടെയാണ് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് കയറി വരുന്നത്. ഓൾ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് ആർ ഗ്രേറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എവറി സർട്ടിഫിക്കേഷൻസ് ആർ ക്രിയേറ്റഡ് വിത്ത് an intention to serve or support the industry. Now the choice is with you whether you want to complete a professional qualification within a short span of time, get into a job, and then start acquiring multiple knowledges, or do you want to spend next few years for studies and then join a corporate in a later stage, which might be a challenging situation as well, but which one you'd like to choose? Okay. Now today what I'm going to talk about is IMA, Institute of Management Accountants, and CMA certification. IMA എന്ന് പറയുന്നത് നേരത്തെ SR നായരും അതുപോലെ തന്നെ വിനോദും പറഞ്ഞതുപോലെ we already celebrated our 100th year anniversary 2 കൊല്ലം മുമ്പ് 2019 നമ്മളത് ആഘോഷിച്ചതാണ്. So 102 years old professional body ആണ്, spread across 150 countries with around 140,000 members. So അത് പറയുന്നതിന് കാരണം നമ്മളൊരു പുതിയ ബോഡി അല്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സദേൺ ബെൽറ്റ്, ഇന്ത്യയിൽ എപ്പോഴും സദേൺ ബെൽറ്റിലുള്ള കുട്ടികൾക്ക് സാധാരണ അറിയാവുന്ന ഒരു കോഴ്സാണ്. കാരണം ഇന്ന് ഇന്ത്യയിലെ അപ്രോക്സിമേറ്റ്ലി ഒരു 50 യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് CMA പ്രോഗ്രാം അവരുടെ ഗ്രാജുവേഷന്റെയോ പോസ്റ്റ് ഗ്രാജുവേഷന്റെയോ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടോ അതോ അഡീഷണൽ പ്രോഗ്രാം ആയിട്ടോ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് മാർക്കറ്റിൽ എസ്പെഷ്യലി CMAക്ക് വന്നിട്ട് ഒരു കഴിഞ്ഞ 3-4 വർഷം. one second. സോറി, വർക്കിംഗ് ഫ്രം ഹോം അതിന്റെ ചില പ്രശ്നങ്ങളാണ്. മക്കൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇത്രയും കോളേജസും യൂണിവേഴ്സിറ്റീസും ഇത്രയും ഇമ്പോർട്ടൻസ് CMAക്ക് കൊടുത്തിട്ട് ഞാൻ പറയും it might be around 3 to 5 years time. I would say started with around 5 years before, but now the kind of demand which is increasing
in India for CMA, it's which is much more than what you think about. അതൊരു കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒത്തിരി ആൾക്കാർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദ ഫൈനാൻസ് ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ്, ടെക്നോളജി, റോബോട്ടിക്സ്. ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആർ യു ഫ്യൂച്ചർ റെഡി? നിങ്ങൾ ഇന്ന് പഠിച്ചിറങ്ങുന്ന പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിറങ്ങുന്ന കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ? That's a big question, which is usually comes from from the students and as well as from industry. നമ്മളൊരു 10 years back ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ഇന്റർനെറ്റ് കഫേസ് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇന്റർനെറ്റ് കഫേസ് അധികം കാണാൻ പറ്റില്ല അല്ലെ. അതിന് കാരണം എന്താ? നമ്മുടെ മൊബൈലുണ്ട്, മൊബൈലിൽ 2 കുത്തു കുത്തി കഴിഞ്ഞാൽ യു ഗെറ്റ് ദ എൻറ്റയർ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്. സോ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കഫേസ് തുടങ്ങിയവരൊക്കെ അടച്ചുപൂട്ടി പോകേണ്ടി വന്നു അല്ലെ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കുറഞ്ഞു. മറ്റൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസ് ദ ലൈഫ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആക്സസിബിൾ ആവുകയാണ്. നിങ്ങൾ എവിടെ നിന്നാലും ആക്സസിബിൾ ആവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. ഇത് തന്നെയാണ് എല്ലാ ഇൻഡസ്ട്രിയിലും വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ഇൻ ദ finance and accounting industry as well. IMA കഴിഞ്ഞ കൊല്ലം IMA Deloitte കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു, one of the biggest auditing firms in the world. IMA Deloitte കൂടി ഒരു ജോയിന്റ് റിസർച്ച് നടത്തി. ആ ജോയിന്റ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വന്ന റിസൾട്ടിൽ പറയുന്നത് 27% of companies are going through finance transformation right now. And 87% of organizations are going to complete the finance transformation or going through finance transformation in the next 5 years. എന്താണ് ഈ ഫൈനാൻസ് ട്രാൻസ്ഫോർമേഷൻ? അല്ലെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ നോക്കുക ഏതൊക്കെ ജോബ് നമുക്ക് റിപ്പീറ്റഡ് ആയി ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് എപ്പോഴും ഇറ്റ്സ് റിപ്പീറ്റഡ് ജോബ്. അങ്ങനെ ചെയ്യുന്ന ഏതൊരു ജോബും ടെക്നോളജിയുടെയും അനലിറ്റിക്സിന്റെയും റോബോട്ടിക്സിന്റെയും സഹായത്തോടു കൂടി ഓട്ടോമേറ്റഡ് ആക്കുക. സോ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ചാലഞ്ചസ് എന്താ? പണ്ട് നമ്മൾ കടയിലേക്ക് പോകുമ്പോൾ ആദ്യം അവർ കടലാസിൽ എഴുതി തരും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് തരും. ഇപ്പൊ എന്താ പരിപാടി? ജസ്റ്റ് സ്കാൻ ഇറ്റ് ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ഇൻ ഓൾ ബുക്ക് അല്ലേ. സോ വാട്ട് ഹാപ്പൻസ്, നമുക്ക് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല ജോബുകളും അടുത്ത 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ചോദിക്കും, ഓക്കെ അപ്പൊ നീ എന്ത് ചെയ്യണം അല്ലെ? വാട്ട് വി ഹാവ് ടു ഡു? സോ എവറി 5 to 6 years, IMA go globally around the world and ask the employees what kind of skill set you are expecting. ഓരോ 5-6 വർഷം കൂടുമ്പോൾ IMA ലോകത്തിലുള്ള പല കമ്പനീസിന്റെയും ഹെഡ്സ് ആൻഡ് CEOs and CFOസിലേക്ക് റീച്ച് ഔട്ട് ചെയ്തിട്ട് പറയും, ചോദിക്കും വാട്ട് കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ് യു ആർ എക്സ്പെക്ടിങ് ഫ്രം യുവർ എംപ്ലോയീസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഈ ഒരു ഇതിനെ നമ്മൾ പറയും ജോബ് അനാലിസിസ് സ്റ്റഡി. ആസ് പാർട്ട് ഓഫ് ദ ജോബ് അനാലിസിസ് സ്റ്റഡി നമ്മൾ IMA മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോമ്പിറ്റൻസി ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യും. IMA മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോമ്പിറ്റൻസി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇന്ന് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ വേൾഡിലെ ഒരു നമ്മൾ പറയില്ലേ ഒരു ഡിക്ഷണറി, അല്ലെങ്കിൽ ബൈബിൾ, അല്ലെങ്കിൽ ഖുറാൻ, അല്ലെങ്കിൽ ഏതാ നമ്മുടെ വിച്ചെവർ റിലീസസ്, നമ്മുടെ ബേസ് ഗ്രന്ഥം എന്ന് പറയുന്ന പോലെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോമ്പിറ്റൻസി ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഇത് ക്രിയേറ്റ് ചെയ്യും. ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോമ്പിറ്റൻസി ഫ്രെയിംവർക്കിന്റെ ബേസിസിലാണ് വി ക്രിയേറ്റ് അവർ സിലബസ്. ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വന്നത്, എങ്ങനെയാണ് CMA ക്രിയേറ്റഡ് ആവുന്നത്. അപ്പൊ IMA പറ്റി പറഞ്ഞു, നമ്മൾ 1,50,000 ഉണ്ട്, 10 ഗ്ലോബൽ ഓഫീസസ് ഉണ്ട്, 300 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ദ ഗ്രേറ്റ് വർക്ക് ഓഫ് ഹെൽപ്പിംഗ് യു. ഞങ്ങളുടെ ട്രെയിനിങ്ങിലില്ല, ഞങ്ങൾ സിലബസ് ക്രിയേറ്റ് ചെയ്യും, സിലബസ് തരും, നിങ്ങളെ എക്സാം ചെയ്യും, നിങ്ങളെ സർട്ടിഫൈ ചെയ്യും. വി ആർ നോട്ട് ഇൻ ടു ട്രെയിനിങ്. ആ വർക്ക് ചെയ്യുന്നത് അവർ അപ്രൂവ്ഡ് പ്രൊവൈഡേഴ്സ് ആണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഡിലൈറ്റഡ് ടു സേ MyLogic is our platinum partner in the market. ഇവിടെ ഞാൻ എപ്പോഴും വിനോദിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ MyLogicനോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, മോർ ദാൻ ഡെഫിനറ്റ്ലി എനി ഇൻസ്റ്റിറ്റ്യൂട്ടിന് എത്ര കുട്ടികൾ ജോയിൻ ചെയ്ത് പഠിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ലോജിക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എത്ര കുട്ടികളെ എനിക്ക് മൊത്തമായി പഠിപ്പിച്ച് പാസ്സാക്കി
അവരെ പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, യു മൈറ്റ് ഗെറ്റ് ഓൾ ലൈക്ക് സ്റ്റുഡൻസ് ഓൺലി വിത്ത് 85-95% കുട്ടികളെ മാത്രം കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരിക്കാം. പക്ഷെ ഞാൻ വിനോദിനെ കണ്ടിരിക്കുന്നത് ഈവൻ പീപ്പിൾ വിത്ത് ബേസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെ, ഈവൻ സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മലയാളം മാത്രം സംസാരിക്കാൻ അറിയുന്ന കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് ലാംഗ്വേജും പഠിപ്പിച്ച് ബിസിനസ് കമ്മ്യൂണിക്കേഷനും പഠിപ്പിച്ചിട്ടാണ് they help students to get placement. ആർക്കും പ്ലേസ്മെന്റ് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഐ എം ഷുവർ the kind of effort which he is doing to help students to get placed and interview, it's amazing. So this great work, thank you Vinod and MyLogic for your support in this drive, because as we said, I represent the professional body. We are into creating awareness and we create the syllabus, test you and we qualify. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒത്തിരി കമ്പനീസ് ആയിട്ട് IMA വർക്ക് ചെയ്യുന്നുണ്ട്. സോ കമ്പനീസ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, ദീസ് കമ്പനീസ് മൈ ബി ഡൂയിങ് എ ജോയിന്റ് റിസർച്ച് വിത്ത് us, അല്ലെങ്കിൽ സം കമ്പനീസ് മൈ ബി ഫണ്ടിങ് ഫോർ ദെയർ ഓൺ എംപ്ലോയീസ് ടു ഡു CMA. Some companies say we need freshers and we need experienced CMAs in the market. Can you please inform your members about it? So ഇതുപോലെ just given few names and these are the companies who work very closely with us. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 50 യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. Mangalore, I think Yenapoya will be the first one as per my knowledge right now. And there are a few other colleges that are in the discussion, but the first universities to start the CMA program in Mangalore region. നിങ്ങൾക്ക് യെനപ്പോയ യൂണിവേഴ്സിറ്റി എടുത്ത് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് നിങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ട് തന്നെ CMA പഠിക്കാൻ തരുന്നത്, ഇറ്റ്സ് എ ഗ്രേറ്റ് എഫേർട്ട് യെനപ്പോയ യൂണിവേഴ്സിറ്റി ഈസ് ടേക്കൺ ഇറ്റ് ഫോർവേഡ്. സോ യു ഹാവ് ടു താങ്ക് ദം ഫോർ ദാറ്റ്. കാരണം നിങ്ങൾക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അവിടെ കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. Now, just to give you, like നമ്മൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന കാര്യം എന്താ? Somebody who is sitting in one corner and doing the accounting work, അല്ലെ? ഇതല്ലേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത്. ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ്, നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്നവർക്ക് ഉത്തരം ടൈപ്പ് ചെയ്യാം ഇതില്. നമ്മുടെ മനസ്സിൽ ഒരു അക്കൗണ്ടന്റ്, ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റിന്റെ ജോബ് എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റിന്റെ ജോബ് എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് ഡെഫിനേഷൻ ഒന്നും വേണ്ട, നിങ്ങൾ പഠിച്ച 12th പഠിച്ച ഡെഫിനേഷൻ ഒന്നും ആരും എഴുതണ്ട. ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു എനി മാർക്സ് ഫോർ ദാറ്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അറിവില്, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് ചെയ്യുന്ന ജോബ് എന്താ? എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ട് ചോദിക്കുമ്പോൾ എത്ര പേര് ഉത്തരം പറയുന്നത് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഐ എം സ്റ്റിൽ പോസിറ്റീവ്. നമ്മൾ മലയാളികളാണ്. അതെ, താങ്ക് യു. ബുക്ക് കീപ്പിംഗ്, അത് ഞാൻ പറഞ്ഞു. എനിക്ക് സന്തോഷമുണ്ട് ഈ പറഞ്ഞ പോലെ. ഞാൻ ഐ ഗോ അക്രോസ് ഇന്ത്യ ഫോർ മേക്കിംഗ് പ്രസന്റേഷൻ. പക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ കൂടുതൽ കേരളീയസിനെ അഡ്രസ് ചെയ്യുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. കാരണം നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. അതുപോലെ തന്നെ മലയാളികളുടെ പേര് കളയരുത്, വേഗം ഉത്തരേദിക്കും. Preparation of financial statements, bookkeeping. Okay. Fine. Okay. Organization, financial affairs and controlling. Okay. Okay. ഞാൻ ഇങ്ങനെ പറയാം, ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റിന്റെ ജോബ് എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ എൻറ്റയർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി ആൻഡ് പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊരു ലെവലിൽ നമുക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ റിസ്ക് മാനേജ്മെന്റ്, ഹൂസ് ജോബ്? ഓക്കെ. സോ മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ജോബ് എന്താണ്? നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടന്റിന്റെ ജോബ് പറഞ്ഞു, കഴിഞ്ഞു പോയ അക്കൗണ്ടിങ് വർക്ക്സ് എല്ലാം റെക്കോർഡ് ചെയ്ത് അത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഇതാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് എടുത്തു കാണിക്കുന്ന ഒരാളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ്. അങ്ങനെയാണെങ്കിൽ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ജോബ് എന്താണ്? Maurya, I think the risk management is ideally comes under management accounting. Then providing financial advice to management. Okay, thank you, Nikhil. Sorry, Nihal. Any more information? ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. I hope I'm not taking much of time. I'll finish it off and then I'll leave it to Brian. No problem. Okay.
സി നമുക്ക് വിചാരിക്കാം നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ ലെവലിൽ കൊറോണ ഇല്ല, പാൻഡമിക് ഇല്ല, ലോക്ക്ഡൌൺ ഇല്ല, ഇതാണ് സിനാരിയോ, ഫസ്റ്റത്തെ സിനാരിയോ. ഇത് കണക്ക് കൂട്ടരുത്. അല്ലാത്തൊരു കാലഘട്ടത്തില് അല്ലെങ്കിൽ നിങ്ങൾ പേരുന്ന കണ്ണൂർ അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ മാംഗ്ലൂർ, ഇത് ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ആ ഒരു ഡിസ്ട്രിക്റ്റിലെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഐസ്ക്രീം സെയില് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഉത്തരങ്ങളൊന്നും കാണാനില്ല. സർ, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ കേട്ടില്ല. Okay, hi Joel. The question is it possible to predict ice cream sale? നിങ്ങൾ ഏത് നാട്ടിലാണോ ആ നാട്ടിലെ ഐസ്ക്രീം സെയില് അടുത്ത കൊല്ലം ഏപ്രിൽ മെയ്യിലെ നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഉണ്ടെങ്കിൽ എങ്ങനെ? യെസ് സാർ, എനിക്ക് ഒത്തിരി കിട്ടി. എങ്ങനെയും കൂടിയും പറയുകയാണെങ്കിൽ ബൈ ഫോർകാസ്റ്റിംഗ്. ഓക്കെ, നിങ്ങൾ ഫോർകാസ്റ്റിംഗ് ആണെന്ന് ഒരു ചെറിയൊരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും? How you forecast your future from past year sale? അതിന് നിങ്ങളൊരു കാര്യം നിങ്ങൾ പഠിച്ചു, ശ്രീലക്ഷ്മി, അതിന് നിങ്ങളൊരു കാര്യം നിങ്ങൾ 11th-ലോ 12th-ലോ ഒരു ബേസിക് ആയിട്ടൊരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഓർക്കുന്നുണ്ടോ ഏതാണെന്ന്? നിങ്ങൾ 11th-ലും 12th-ലും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് ബൈ കണ്ടക്ടിങ് എ സർവേ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടായിരിക്കില്ല. എനിക്ക് ഇപ്പോൾ ചില സ്കൂൾസിലൊക്കെ 10th-ലടക്കം ട്രെൻഡ് അനാലിസിസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് സാധാരണ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറുള്ളത്. ഇതിന് 2 എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഇറ്റ് ജസ്റ്റ് എ സ്മോൾ തിങ്, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇതിന് 2 കാരണം പറയാനാണ്. ഒന്ന്, നിങ്ങൾ പഠിക്കേണ്ട രീതി, ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആകുമ്പോൾ പഠിക്കേണ്ട രീതിയെ പറ്റിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇന്ന് നിങ്ങൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ അത് എന്തിനു പഠിക്കുന്നു, എവിടെ യൂസ് ചെയ്യുന്നു, അതിന്റെ അപ്ലിക്കേഷൻ എന്താണ്, അതിന്റെ റിസൾട്ട് എന്താണ്, ഇങ്ങനെ വേണം പഠിക്കാൻ. വേറൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാം. I used to sell a pen in the market for 10 rupees and now when you buy another pen, you get like when you buy a pen, you get another pen free of cost. എന്ന് പറഞ്ഞാൽ buy one get one free. സാധാരണ നമ്മൾ ഒത്തിരി കാലം കേട്ടിട്ടുള്ളതാണ്. 10 കൊല്ലമായിട്ട് ഈ കമ്പനി മാർക്കറ്റിലുണ്ട്. ഇപ്പൊ അവർ പറയാണ് നിങ്ങൾ ഒരു പെന്ന് മേടിക്കുമ്പോൾ വേറൊരു പെന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. വൈ കമ്പനീസ് ഡു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ? നമുക്ക് ഉത്തരം പറയുകയാണെങ്കിൽ വലിയ ഉപകാരം. നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം, തെറ്റാണെങ്കിലും ശരിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. Hi Nehal. It's a promotional activities. Okay, last 10 years they could not do it. For the promotion activities they might, or they could get somebody like a brand ambassador. Am I right? Yeah, some other answer. I mean, it's nothing wrong, Nihal. I'm just trying to get answers from it to increase sale. Stock clearance. Okay, thank you, Govind. Govind, that's a very good answer. So now my question is, do you think by doing a buy one get one free, the companies make loss? They might make a loss from the expected profit, but they still make profit. Like, what will be the cost of production of a pen? It might be 1 rupee or 2 rupee. Am I right? And when you sell it for 10 and you know what's your profit margin, even if you sell it for buy one get one free, which means you get 5 rupees per pen. Why I want to mention it? Who makes these kind of decision? It's the role of a management accountant. So before taking such a decision, what all he need to look at, whether he only need to look at the books of accounts? No, they need to look at the products in the market, what's the stock available, then whether the product got moving right now, it is moving in the market, whether you have enough raw materials to produce them, or you want extra additional people to promote this. Do you have an additional budget you have to spend for that? So പല കാര്യങ്ങളും നോക്കിയിട്ട് ഒരു കമ്പനിയുടെ ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയാം. So someone who can manage business as well as finance എന്ന് ഞാൻ പറയാം. So in a way, a management accountants are finance and accounting professionals who create value for the organization and work as strategic business partners. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലാനിങ്, മാനേജിങ് റിസ്ക്, കോസ്റ്റ് മാനേജ്മെന്റ്, പെർഫോമൻസ് മെഷർമെന്റ്, decision analysis, and
strategic decision making. One second. Someone who is doing annotation, can you please stop that? സോ ഇന്നൊരു വേറൊരു ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ ഇന്ത്യയിൽ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പോലെ യു എസിൽ അതിന് പറയാ പബ്ലിക് അക്കൗണ്ടിങ് എന്നാണ്. സോ പബ്ലിക് അക്കൗണ്ടിങ് ഫോക്കസ് ഓൺ ഓഡിറ്റ്, ടാക്സ്, അഷുറൻസ്, കംപ്ലയൻസ്, ഇതിലേക്കാണ് കൂടുതൽ പബ്ലിക് അക്കൗണ്ടിങ്സ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ACCA പോലെയുള്ള കോഴ്സസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓഡിറ്റ്, ടാക്സ്, അഷുറൻസ്, കംപ്ലയൻസ് ഈ ഒരു ഏരിയയിലാണ്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിന് നമ്മൾ പറഞ്ഞു ദേ ആർ മോർ എ ഫോർവേഡ് ലുക്കിംഗ് പീപ്പിൾ റാദർ ദാൻ വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞതുകൊണ്ട് പബ്ലിക് അക്കൗണ്ടിങ് തെറ്റാണെന്നോ CA തെറ്റാണെന്നോ ACCA തെറ്റാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. If someone is interested in that job, please go ahead and do that. But if someone is interested in managing risk, someone is interested in decision making, want to be a leader, or want to get into risk areas or investment decisions, then that is where CMA എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത്. അപ്പൊ കൂടുതൽ എക്സ്റ്റേണൽ ഒരു ബിസിനസ്സിന് ഫോർ എക്സാമ്പിൾ ലൈക്ക് CPA എന്ന് പറയുന്ന കുറേയും എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആണ്. ഇതാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് കാണിക്കുമ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ചെയ്യുന്നത് നമ്മുടെ കമ്പനി ഇനി എങ്ങനെയാണ് അടുത്തൊരു ലെവലിലോട്ട് പ്രോഗ്രസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോമ്പിറ്റൻസി ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ബേസിസിലാണ് നമ്മൾ CMA സർട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്നതെന്ന്. ഇതാണ് IMA മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോമ്പിറ്റൻസി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. എന്താണ് നിങ്ങൾ ഇതിൽ ഇന്നത്തെ ഫൈനാൻസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് വേണ്ട സ്കിൽ സെറ്റ് എന്തൊക്കെയാണ്? സ്ട്രാറ്റജി, പ്ലാനിംഗ്, പെർഫോമൻസ്, റിപ്പോർട്ടിംഗ്, കൺട്രോൾ, ടെക്നോളജി, അനലിറ്റിക്സ്, ബിസിനസ് അക്യുമെന്റ് ആൻഡ് ഓപ്പറേഷൻ, ethics, and finally centered with the leadership values. ഇത് തന്നെയാണ് നമ്മുടെ CMA സർട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നത്. 2 പാർട്ട് എക്സാം ആണ്. I am not going to talk in depth of the CMA exams right now because I'm sure Brian will be touching on this as well. But just to give you an overall perspective, it's 2-part exam, part 1 and part 2. 2 എക്സാമേ ഉള്ളൂ. Each എക്സാമിന്റെ കീഴിൽ 6+6 കോർ പ്രാക്ടീസ് ഏരിയാസ് ഉണ്ട്. എന്ന് വെച്ചിട്ട് 6 എക്സാം എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത്. 2 എക്സാം ആണ് ഉള്ളത് എന്ന് വെച്ചിട്ട് വളരെ ഈസിയാന്ന് വിചാരിക്കരുത്. നിങ്ങൾ റെഗുലറായി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും 2 essay ക്വസ്റ്റ്യൻസും ആണ് ഇതിൽ വരുന്നത്. ഈ CMAയുടെ ഒരു പ്രത്യേകത, ഈ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി സെഗ്മെന്റിലെ ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് ലൈക്ക് യൂണിവേഴ്സിറ്റീസ് ആക്സെപ്റ്റ് ചെയ്ത ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CMA. അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള പല കോഴ്സുകളും ചിലപ്പോൾ എക്സംഷൻ കിട്ടുമായിരിക്കും. എക്സംഷൻ കിട്ടിയ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പഠിക്കാണ്ട് നമ്മൾ അടുത്ത ലെവലിൽ എഴുതി എന്താണ് ഉത്തരം വരാൻ പോകുന്നത് എന്നുള്ളത്. മറ്റുള്ള ചിലത് ഒത്തിരി ടൈം ഡ്യൂറേഷൻ എടുക്കുന്ന കോഴ്സാണ്. അപ്പോൾ പാരന്റ്സിനാണെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനാണെങ്കിലും ഒരു വിശ്വാസ്യത കുറവ്, ലൈക്ക് എവിടെയെങ്കിലും എത്തോ ഞാൻ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ. CMAയുടെ ഒരു പ്രത്യേകത സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴും 2 എക്സാമേ ഉള്ളൂ. ഇഫ് ഐ റിയലി പ്രിപ്പയർ, ശരിക്കും ഒന്ന് ഫോക്കസ് ചെയ്ത് അടുത്ത ഒരു 1.5-2 വർഷം നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ബി എ ക്വാളിഫൈഡ് പേഴ്സൺ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അതാണ് അതിന്റെ ഒരു വേറെ ഒരു പ്രത്യേകത. പിന്നെ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിലും ദേ ഓൾസോ കോൺഫിഡന്റ്. കാരണം ഇത്രയൊക്കെ എക്സാമ്പിൾ സാധാരണ പറയും, കുട്ടികളെ പറയും ഓക്കെ ഇങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരു ഗുണം അഥവാ പ്രൊഫഷണൽ കോഴ്സ് പാസ്സായില്ലെങ്കിലും അവർക്ക് ഡിഗ്രിയെങ്കിലും കിട്ടുമല്ലോ അല്ലെ. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പാരന്റ്സിന് ഒരു കോൺഫിഡൻസ്, കാരണം 2 എക്സാമിലേ ഉള്ളൂ. സോ ദേ ക്യാൻ ആക്ച്വലി പ്രിപ്പയർ ആൻഡ് യൂണിവേഴ്സിറ്റീസ് ആർ ഓൾസോ ഫൈൻഡിങ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം 2 എക്സാമേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ബട്ട് യു ഹാവ് ടു പ്രിപ്പയർ വെൽ. ഫോക്കസ്ഡ് പ്രിപ്പറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു വിനോദിനെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ മൈലോജിക്കിനെ പറ്റി പറഞ്ഞു. വിനോദ് ട്രെയിൻ ചെയ്യുന്ന കുട്ടികള് 85, നമ്മൾ പല യൂണിവേഴ്സിറ്റിയിലെ നമ്മൾ നേരത്തെ കണ്ടു, അവിടുത്തെ കട്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് 90 95 ഒക്കെ ആയിരിക്കാം. പക്ഷേ വിനോദ് അപ്പാർട്ട് ഫ്രം ഹി ഈസ് സെർവിങ് ദ യൂണിവേഴ്സിറ്റി, ഹി ഓൾസോ റൺ ഹിസ് ഓൺ ട്രെയിനിങ് സെന്റർ. അവിടെ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ജസ്റ്റ് പാസ് അല്ലെങ്കിൽ ആവറേജ് പാസ് സ്റ്റുഡന്റ് പോലെയുള്ള അവരെ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിപ്പിച്ച് അവരെ CMAs ആക്കുമ്പോൾ, സോ വിച്ച് ഇസ് പോസിബിൾ. ഫാക്കൽറ്റിയുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നും ഈക്വൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് സംതിങ് അച്ചീവബിൾ വിത്തിൻ 2.5 years ടൈം ബീങ് എ സ്റ്റുഡന്റ് ഡൂയിങ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. അതാണ് ഇതിന്റെ പ്രത്യേകത.
രണ്ട് എക്സാമും രണ്ട് എക്സാം ആണുള്ളത്. ഈച്ച് എക്സാം 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, 2 essay ക്വസ്റ്റ്യൻ ആണ്. ദർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ്, അഡീഷണൽ ഇൻഫർമേഷൻ. ഞാൻ ഇത്രേ തൽക്കാലം പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ just an overlook. I think Brian is going to talk about it, but just to give you, ഇന്ന് CMA കഴിഞ്ഞ 34% ആൾക്കാരും കമ്പനീസിന്റെ CEO, CFOs അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, accountants, management accountant, financial accountants, risk analyst, investment decision makers, ഇങ്ങനെയുള്ള പ്രൊഫൈൽസിലാണ് വർക്ക് ചെയ്യുന്നത്. You can see like 33% of them are like someone who is with 5 to 7 years, and 22% are decision makers, or the one who help the final decision makers to make the decision, and 34% of people who completed this qualification are decision makers in the organization. ഒത്തിരി പറയാനുണ്ട് IMA കുറിച്ച്. We will talk about that in the upcoming orientation program once you join. I don't want to take much of your time right now. Just want to give you a glance about the program. But one thing I'll assure you, എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കുട്ടികളോടൊക്കെ പറയും അല്ലെ, അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇവരത് പഠിച്ച് പാസ്സായിട്ട് വിളിച്ചിട്ട് പറയും, സാർ ഞാൻ പാസ്സായിട്ടോ, സാറ് കാരനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ, പൂനെയിലെ ഒരു സ്റ്റുഡന്റ്, now he started working after that 2 years worked, and now he got into IIM Lucknow. Okay, അപ്പൊ ആള് പറയായിരുന്നു, എന്റെ ഈ CMA ചെയ്യുന്നതിന്റെ ഒരേ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് ഒരാളാണ്. അപ്പൊ ഞങ്ങളൊക്കെ നോക്കിയിരിക്കുക, അപ്പൊ അത് ഫെനിൽ സാർ ആയിരുന്നു. സോ എനിക്ക് എപ്പോഴും പറയാനുള്ളത് വെച്ചാൽ ആ കിട്ടുന്ന സന്തോഷം, അതാണ് നിങ്ങളെ പോലുള്ളവരോട് നമ്മൾ ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുത്ത് നിങ്ങൾ അത് പഠിച്ച് പാസ്സായി നിങ്ങളൊരു ജോബിൽ കയറി, വെൻ യു കം ബാക്ക് ആൻഡ് സേ ദാറ്റ് we passed, we cleared, we are working and we are happy എന്ന് പറയുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, that is my reward. So I'm looking forward such students ഈ ഗ്രൂപ്പിൽ നിന്നും കുറെ കുട്ടികൾ അത് പഠിക്കട്ടെ, and I wish you a wonderful future, and I'm sure CMA will, like if CMA എടുക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ബാക്ക് ഔട്ട് ചെയ്യേണ്ടി വരില്ല. If you prepare well, it's a wonderful career. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഡീപ് ഫാൻ ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ. കാരണം I don't like a monotonous job. എന്നെ സംബന്ധിച്ച് എനിക്ക് മോണോട്ടണസ് ജോബ് പറ്റില്ല. I like to meet people, I like to teach people, take risk in life. അല്ല, ഇതൊക്കെയാണ് എൻ്റെ ഒരു ടൈപ്പ്. അപ്പോൾ അതേപോലെ ഒരു ലീഡർഷിപ്പിലോട്ട് മൂവ് ചെയ്യാൻ ഫിനാൻസ് പ്ലസ് മാനേജ്മെന്റിലോട്ട് ഒരു മിക്സർ ആയി കിട്ടുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ് CMA. And all the best wishes. Over to you, Vinod and Brian. Thank you. Thank you, Fenil. So that was very വളരെയധികം ഒരു ഇൻഫോർമേഷൻ നമുക്ക് CMA പറ്റി കിട്ടി. അപ്പൊ ഫെനിൽ പറഞ്ഞത് ഞാനൊരു നേരത്തെ ഒരു ക്വിക്ക് സമ്മറി ഫെനിൽ പറഞ്ഞത് പറയുകയാണെങ്കിൽ, നമ്മൾ CMA പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതില് ഒരു ഹൈലൈറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കേണ്ടത്, ഇതില് 2 പേപ്പേഴ്സേ ഉള്ളൂ. നിങ്ങൾ 2 പേപ്പർ പാസ്സായാൽ CMA USA ആവാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓൺലൈൻ എക്സാംസ് ആണ് ഇതിൽ. നമ്മളെ എക്സാംസ് എന്ന് പറയുന്നത് ഓൺലൈൻ ആണ്. അപ്പൊ അതിൽ തന്നെ 75% ഒബ്ജക്റ്റീവ് ആണ്. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്സാവും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇതിപ്പോ മറ്റു കോഴ്സസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു എക്സാമിന് പെർസെപ്ഷൻ ഒക്കെ വരുന്നുണ്ടാവും. ഇതിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാസ്സാവാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നെ പാസിംഗ് പെർസെൻറ്റേജ്, നമ്മൾ 45 തുടങ്ങി 50% വരെയുള്ള പാസിംഗ് പെർസെൻറ്റേജ് ആണ് IMA നമ്മുടെ എക്സാംസിനുള്ളത്. നമ്മൾ നേരത്തെ SR സാർ പറഞ്ഞിരുന്നു, മറ്റു കോഴ്സസിനുള്ള പാസിംഗ് പെർസെൻറ്റേജ് പറഞ്ഞിരുന്നു. ഇതിലൊരു 100% തുടങ്ങി 100%, 100 പേരിൽ 45 പേര് മിനിമം IMAയുടെ ഇതിൽ റെക്കോർഡ് അനുസരിച്ച് പാസ്സാവും എന്നുള്ളപ്പോൾ നമ്മുടെ മൈലോജിക്കില് നമ്മൾ താങ്ക്ഫുള്ളി നമ്മളൊരു എക്സെപ്ഷണൽ റിസൾട്ട്സ് തന്നെ താങ്ക്ഫുള്ളി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറുണ്ട്. നമ്മൾ ഏകദേശം ഒരു 75% ഒരു ബിറ്റ്വീൻ 60 to 75 എന്നുള്ള രീതിയിൽ പറയാം. ഇത് ഈ കോവിഡ് ടൈമിലുള്ള കഴിഞ്ഞ 2-3 വിൻഡോസിലുള്ള എക്സാം റിസൾട്ട് ആണ്. ഏകദേശം 75% ഒരു വിൻഡോയില്, അതിനു മുമ്പ് 61%, ഒരു വേറൊരു വിൻഡോയിൽ 72%. അങ്ങനെയുള്ള വളരെയധികം ഒരു അച്ചീവ്മെന്റ്സ് ഇതിൽ നമുക്ക് നേടാൻ സാധിച്ചു. നിങ്ങൾ ഇതിലൊരു അജ്മൽ അബ്ബാസിനെ കാണാൻ പറ്റുന്നുണ്ടാവും. അജ്മൽ അബ്ബാസിനെ ഇപ്പൊ ഫോട്ടോ കണ്ടപ്പോൾ ഓർത്തതാണ്. ഇദ്ദേഹം കാസർഗോഡ് നിന്ന്, ഇപ്പൊ നേരത്തെ ഫെനിൽ പറഞ്ഞ പോലെ കാസർഗോഡ് നിന്ന് വന്നാണ്. വളരെ ഒരു ഇൻസ്പിറേഷണൽ ക്യാരക്ടറാണ്. എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അജ്മല് വന്നു കഴിഞ്ഞപ്പോൾ ലാംഗ്വേജ് വലിയൊരു പ്രോബ്ലം. ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് പറയണം. കാരണം ഒരു കാസർഗോഡ് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജിൽ നിന്നാണ് അജ്മൽ വന്നിരുന്നത്. പക്ഷെ അജ്മലിന് പഠിക്കണം, പാസ്സാവണം. പാസ്സായി കഴിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്.
പക്ഷെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് വളരെ നമ്മൾ പറയുന്നത് പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു. വിത്തിൻ ഏതാണ്ട് 1-1.5 വർഷം കൊണ്ട് അജ്മൽ പാസ്സായി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് മിഡിൽ ഈസ്റ്റിൽ ബ്രദർ വർക്ക് ചെയ്യേണ്ട അങ്ങോട്ട് പോകാനുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുവാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു ലാംഗ്വേജ് പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്ക്, നമ്മൾ പറയുന്ന പോലെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് എക്സാംസും മോക്ക് എക്സാംസും ഒക്കെ എഴുതി വളരെ ഭംഗിയായിട്ട് പാസ്സാവാൻ സാധിച്ചു അജ്മൽ അബ്ബാസിന്. അപ്പോൾ ഞാനിത് ആ കാസർഗോഡ് ഭാഗത്തു നിന്നായതുകൊണ്ടും ആ ഒരു നേരത്തെ ഫെനിൽ പറഞ്ഞ പോലെ ലാംഗ്വേജിന്റെ ഭാഗം പറഞ്ഞതുകൊണ്ട് ഞാൻ അതൊന്ന് ഹൈലൈറ്റ് ചെയ്താണ്. നമ്മൾ ബ്രെയിനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ടെസ്റ്റിമോണിയൽ വീഡിയോ നിങ്ങളെ കാണിക്കണം. വളരെ ഇത് അതിന് മുമ്പുള്ള ഒരു റിസൾട്ടാണ്. ഒരു ടെസ്റ്റിമോണിയൽ വീഡിയോ നിങ്ങളെ കാണിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെയിനിലേക്ക് പോവാം. വസീം എന്ന് പറഞ്ഞൊരു കുട്ടി, ഇപ്പൊ നമ്മൾ കേരളത്തില് കേൾക്കാമല്ലോ അല്ലെ? യു ആർ ഏബിൾ ടു ഹിയർ മീ എവരിവൺ? നമ്മൾ കേരളത്തില് വളരെ ഇങ്ങനെ റിമോട്ട് ലൊക്കേഷൻ വരുമ്പോൾ നമ്മൾ ലാംഗ്വേജ് ഒക്കെ പ്രോബ്ലം ആ ഒരു ഇതൊക്കെ വരുന്നത് പോലെ തന്നെ എനിക്ക് ആന്ധ്രയിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് ഇതുപോലെ വന്നു. ഇതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ ഡിഗ്രിയിലൊപ്പം ചെയ്യാനായിട്ടാണ് കക്ഷി വന്നത്. ഓക്കെ, വന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് പുള്ളി ഡിഗ്രി ചെയ്തു. ലാസ്റ്റ് ഫൈനൽ ഇയർ അങ്ങനെ എന്തോ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ CMA ക്വാളിഫൈ ചെയ്തു. ഓക്കെ, ഏറ്റവും രസകരമായിട്ടുള്ള ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ ടെസ്റ്റിമോണിയൽ കേട്ടോളൂ കേട്ടോ. ലാംഗ്വേജ് നിങ്ങൾ കേൾക്കണം. വന്ന ടൈമില് ലാംഗ്വേജ് പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാൾ സംസാരിക്കുന്നതാണ്. ആന്ധ്രയിലുള്ള ഒരു വളരെ റിമോട്ട് ആയിട്ടുള്ള വില്ലേജിൽ നിന്നാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് വളരെ റിമോട്ട് നിന്നുള്ള വില്ലേജിൽ നിന്നുള്ള അതേ രീതിയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് അയാളുടെ ടെസ്റ്റിമോണിയൽ കണ്ടിട്ട് ഞാൻ അയാളുടെ ഇപ്പൊ എന്താ ചെയ്യണേന്നുള്ളത് പറയാം കേട്ടോ. ഒന്ന് ലിസൺ ചെയ്തോളൂ. Hello there. My name is Basim Akram. I am from Andhra Pradesh, Kadapa district, Andhra Pradesh, which could be sort of rags to riches sort of thing. In this video, I would like to explain my hiring experience and my MyLogic experience and overall my CMA experience. I recently accepted a role as controlling and planning analyst in ABB Bangalore. And as far as MyLogic is concerned, the constant support I got from the entire administrative department from the MyLogic, as well as the faculty from MyLogic, is really commendable. And the teaching style of the faculty in MyLogic, that is, I can say without any doubt, it's top notch. And the constant support I got from Vinod sir, even after I passed my CMA exam, via mail, via phone call, via WhatsApp, is really appreciable. As ഇതില് ഞാനിത് പ്രത്യേകിച്ച് ഇതെടുത്ത് വെച്ച് ഇത് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ടാണ് ഇത് കാണിച്ചത്. കാരണം ഇദ്ദേഹം വന്നു, ലാംഗ്വേജ് പോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാൻഡിഡേറ്റ് ഇന്ന് ABB ലിമിറ്റഡ്, നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ABB ലിമിറ്റഡ് എന്ന് പറഞ്ഞ പാർട്ട് ഓഫ് ഫോർച്യൂൺ 500 കമ്പനീസിലുള്ളതാണ്. ഏകദേശം 7.5 ലക്ഷം രൂപ പെർ അനമാണ് ഈ വസീം എന്ന് പറഞ്ഞ നമ്മുടെ കാൻഡിഡേറ്റ് മേടിക്കുന്നത്. 7.5 ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മന്ത്ലി ഏകദേശം 60,000 അടുത്ത്. എല്ലാവർക്കും 7 ലക്ഷം കിട്ടണമെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ചിലർക്ക് 4.5, 5 അതൊക്കെയാണ് ആവറേജ്. 5 lakhs ഒക്കെയാണ് ആവറേജ് സാലറി. പക്ഷെ എന്താണ് ഇതിൽ മാറ്റം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസീമിന്റെ ആ ഡിറ്റർമിനേഷൻ, ഓക്കെ, എനിക്ക് ക്വാളിഫൈഡ് ആവണം, എനിക്ക് കരിയർ സെറ്റിൽ ആക്കണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷനും, എന്നിട്ട് കറക്റ്റ് ട്രെയിനിങ് പ്രോസസ്സ്. ഇപ്പൊ നമ്മൾ പോയാലും അത് തന്നെയാണ് ചെയ്യുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ട്രെയിനിങ് കലണ്ടർ ഉണ്ട്. അതനുസരിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് എക്സാംസ്, അങ്ങനെ ഒരു വളരെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ആ ഒരു രീതിയിൽ പോയി വസീമ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു, ഇന്നിപ്പോ ബാംഗ്ലൂർ ഉണ്ട് കക്ഷി, ജോലി ABB ലിമിറ്റഡ് ഉണ്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഇപ്പൊ ഫെനിൽ പറഞ്ഞു വന്നതിന്റെ കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ കാണിച്ചത്. അപ്പൊ ഈ CMAയുടെ ഹൈലൈറ്റ്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി ഞാൻ പല ഈ കമ്പനീസിലെല്ലാം ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പല കമ്പനീസും വേൾഡ് ക്ലാസ് കമ്പനീസ് ആണ്. ഈ കമ്പനീസിലാണ് നമ്മുടെ സ്റ്റുഡൻസ് പലരും പാസ്സായി കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോ നിങ്ങൾക്ക് കാണാം KPMG, ഗോൾഡ്മാൻ സാക്സ്, ഫോർഡ് എന്ന് പറഞ്ഞ കമ്പനി, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലെനോവ, ബ്രിട്ടാനിയ, IBM, HP, അങ്ങനെ പല കമ്പനീസിലും. ഇദ്ദേഹമാണ് അരവിന്ദ് ലിമിറ്റഡില് നേരത്തെ SR സാർ പറഞ്ഞിരുന്ന
ഗോവിന്ദ് വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹം അരവിന്ദ് ലിമിറ്റഡ് വർക്ക് ചെയ്യുന്ന ഇതാണ് കാൻഡിഡേറ്റ്. ഫറൂഖ് അബ്ദുള്ള, അയാള് ഇത് കഴിഞ്ഞിട്ട് ദുബായിൽ പോയി. ഇന്ന് അങ്ങേർക്ക് ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 1.5 ലക്ഷം രൂപ പ്ലസ് അക്കോമഡേഷൻ ആണ് പുള്ളി ദുബായിൽ മേടിക്കുന്നത്. ജസ്റ്റ് CMA കഴിഞ്ഞ് 1 വർഷത്തെ എക്സ്പീരിയൻസ്. ഇത് ആമസോണിൽ വർക്ക് ചെയ്യണം. അങ്ങനെ നിരവധി. എനിക്ക് ഐ ക്യാൻ റൈറ്റ് എ ബുക്ക് ഓൺ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ്. അത്ര വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ കോർപ്പറേറ്റ് ഫീൽഡിൽ നിന്ന് റിസൈൻ ചെയ്ത് കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷനിൽ വന്നതും അതുകൊണ്ടുള്ള അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണ്. അപ്പൊ ഞാനിത് എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഫെനിൽ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ നമ്മൾ CMAയുടെ ഒരു ഹൈലൈറ്റ്സും അത് കഴിഞ്ഞായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഞാൻ ഹൈലൈറ്റ് ചെയ്ത്. എന്നെപ്പോഴും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ BComനോടൊപ്പം തന്നെ CMA പഠിക്കാനായിട്ട്. അപ്പൊ 2 പേപ്പേഴ്സ് ഉള്ളത്, അത് ടോപ്പിക്സ് എല്ലാം ഇതിനോടൊപ്പം മാച്ച് ചെയ്ത് ആ ഒരു രീതിയിൽ നമ്മൾ ഈ രീതി. അപ്പൊ BCom കഴിയുമ്പോഴേക്കും നമ്മൾ CMA എഴുതി കഴിയാം എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അത് കഴിയുമ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും നല്ല കമ്പനീസിന് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാം. അപ്പൊ ഏജ് ഡിഗ്രി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നല്ലൊരു രീതിയിലേക്ക് പ്ലേസ്ഡ് ആവാൻ സാധിക്കും CMA കഴിഞ്ഞെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇനി അതിൽ ഞാൻ കൂടുതൽ വരുന്നില്ല. അപ്പൊ ഇന്ന് നമ്മുടെ അനദർ എമിനന്റ് സ്പീക്കർ വി ഹാവ് Brian Hawk. Brian, you there? I am. Sorry, Brian, it took little extended time. Sorry for extending the time. About Brian Hawk, US. Thank you so much, Brian, for joining with us. I mean, my association with Brian spans across more than 15 വർഷമായിട്ട്. I know Brian, we know each other. US ഇന്ന് CMA USA പറ്റിയിട്ടുള്ള ഗ്ലോബലി അറിയപ്പെടുന്ന ഒരു പുസ്തക രചയിതാവാണ് ബ്രയൻ ഹോക്ക്. ഹോക്ക് ഇന്റർനാഷണൽ എന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡി മെറ്റീരിയലിന്റെ പേര്. IMA അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ബ്രയനായിട്ട് നമ്മൾ അസോസിയേറ്റ് ആണ്. ഹോക്ക് ഇന്റർനാഷണൽ സ്റ്റഡി മെറ്റീരിയലാണ്. നമ്മൾ എനപ്പോയ മൈലോജിക് IMA ഹോക്ക് ഇന്റർനാഷണൽ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഹോക്ക് ഇന്റർനാഷണൽ USC എന്നുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഡയറക്റ്റ് USC നിന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ വരും. ഐ മീൻ സോഫ്റ്റ് കോപ്പിയും അതിന്റെ സോഫ്റ്റ്വെയർ അതിനെല്ലാം നമ്മൾ ഗൈഡ് ചെയ്യും. അപ്പോൾ ബ്രയൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ അവർ ഓവറോൾ ജേർണി. സോ ആസ് ഐ മെൻഷൻ, ഇതിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പൊ ഞാൻ കരിയർ ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ട്രാക്ക് തുടങ്ങി. ബട്ട് ബ്രയൻ വിൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ യു മോർ അബൌട്ട് the career opportunities about CMA US and എന്താണ് ഇതിന്റെ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് ബ്രയന് പറയാൻ പറ്റും. ബ്രയൻ, over to you, and sorry once again for extending the time. Over to you, Brian. You can share the screen. Thank you for the chance to speak. I will try to condense this as much as possible, but still get the message across. This is something in terms of CMA and what it's going to do in your career that is really difficult to overestimate. It's difficult to overstate what it is that being a CMA would do for you. And so a couple of points here to keep in mind is when you become a CMA, you will begin to get the benefits of being a CMA as soon as you become a CMA. And those benefits are going to last throughout your entire career. And so I always tell people, the earlier in your career that you can get your professional certification, the more benefit you're going to get from it. And so if you get it at the very start of your career, this is absolutely the best time to be making the investment that's going to provide a return for 30, 40, 50 years. And I know one of the things we talk about is return on investment. And I know there's an investment for CMA. You've got to study, there's fees and all of that, but the return on it is something that starts when you get it and will last throughout your career. And so the return on investment is absolutely huge for CMA and something you want to start benefiting from as soon as possible. In terms of what CMA can do for you in your career, the answer is it's really limited to what your imagination is. And I'll give you this example. I know that there's you read a lot about how you're supposed to find your passion in your job and you want to love your job and what it is you do. And I agree that in a perfect world, that's what would happen. But we need to recognize that for most people, what it is we really love to do isn't necessarily something that we're able to do at the level that would enable us to have our career about it. And take an example of sports. If there's some sport or some activity that you just really enjoy doing, chances are
you're not going to become a professional in that sport, and you're going to have to do something else besides sports in order to make a living. You may love music, and you may be very talented at whatever instrument you play or your voice or whatever the case may be. But again, you're probably not going to become a professional singer and make that your career. But you need to keep this in mind as you're looking at what you want to do. Musicians and music companies need accountants. Athletes, sports teams, athletic organizations need accountants. And so having a career, accounting or finance, allows you to go into other industries in the accounting and finance function for those industries. So you may love music, that may be your passion, but if you're not good enough or you don't have the opportunities to become a professional musician, you can use your certification, you can use CMA to work in that industry, to be around that profession, to be around those people, to enable you to support your passion, support what you love to do using your certification. And your CMA certification is, the term I use is, it's your passport. It's your passport into that industry. It's your passport into your first job. It's a passport to your first promotion, because that certification shows everybody that's looking to hire an accountant, everybody that's looking to hire a finance professional. The fact that you have your CMA demonstrates very quickly and easily to them that you have the skills, you have the knowledge, you have that commitment to the profession to be successful in that job. So when you're talking about what it is that the CMA certification does for your career, it opens every door. It opens every accounting door. It opens every finance door. It's not going to make you a musician, but it may allow you, it's going to allow you to get that job in the music industry. It may not make you a professional cricket player, but it may provide you that opportunity to work in that sport, to work around that industry that you do have your passion in. So I encourage you, you have a tremendous opportunity to get CMA so very early in your career, perhaps even before your career begins. CMA is going to help you from the moment you start studying until the moment you retire, however many decades that is in the future. It's a tremendous return on investment. And I encourage you all to take this opportunity to put that investment in now so that you can begin benefiting from it in whatever career you choose. This is going to be a help to you. So very quickly there, just trying to summarize what it is that CMA can do in your career. And it's just a matter of giving you that tool, that passport into that industry and job that you like. So I will stop there for now. Thank you once again, Brian. Really appreciate it. My pleasure. You know, we hold you for long, and that too in another language. You were listening for 1 hour. Sorry for that. My pleasure. കഴിഞ്ഞ 1 മണിക്കൂർ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രയൻ വാസ് there on the call. പക്ഷെ ക്ഷമയോടെ അദ്ദേഹം അത് കേട്ടിരുന്നിരുന്നു. നമ്മൾ മാക്സിമം മലയാളി ക്രൗഡ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മലയാളത്തിൽ ചെയ്തത്. അപ്പോൾ ഇതിപ്പോ നമ്മൾ ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഇതില് നമ്മൾ ഈ മോഡൽ എങ്ങനെയാണ്, എനപ്പോയും മൈലോജിക്കിന്റെയും ഇന്റഗ്രേറ്റഡ് മോഡൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് കൂടെ പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എലോങ് വിത്ത് ഡിഗ്രി ഗ്രാജുവേഷൻ ബികോമിനോടൊപ്പം നമ്മൾ എനപ്പോയുടെ CMA US പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് CMA US പ്രോഗ്രാം ആണ്. ഇപ്പൊ നമ്മൾ എനപ്പോയുടെ ബികോം സബ്ജക്റ്റില് CMA USന്റെ ടോപ്പിക്സ് ആഡ് ചെയ്ത് ബികോമിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച് ഈ 2 എക്സാം, ഞാൻ നേരത്തെ പറഞ്ഞ CMAയുടെ 2 എക്സാം നമ്മൾ അഡീഷണൽ ആയിട്ട് എഴുതിയാൽ നമുക്ക് CMAയും പഠിക്കാൻ സാധിക്കും, ബികോമും പഠിക്കാൻ കഴിയും. അതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബികോം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ CMA കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് ജോലിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ബികോം കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൂടെ CMA രണ്ടാമത് പഠിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അവിടെയാണ് എനപ്പോയുടെ ആ ഒരു ലോങ് വിഷൻ, ബികോമിനോടൊപ്പം തന്നെ ഇത് പഠിച്ച് പാസ്സാകുക എന്നുള്ള ഒരു ഇത് വരുന്നത്. ഇപ്പൊ നോർമൽ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫാക്കൽറ്റീസ് മംഗലാപുരത്ത് വന്ന് മൈലോജിക്കിന്റെ ഫാക്കൽറ്റീസ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ്, CMA ക്വാളിഫൈഡ്സ്, അങ്ങനെയുള്ള ഫാക്കൽറ്റീസ് വന്നാണ് ക്ലാസ് എടുക്കുന്നത്.
ഞാൻ തുടക്കത്തിൽ ഒരു നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ഞാൻ എനപ്പോയുടെ വീഡിയോ പ്ലേ ചെയ്യും. കുറച്ച് പേര് ഒരല്പം ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഒന്ന് പ്രസന്റ് ചെയ്യുന്നത്. കൈൻഡ്ലി ബെയർ വിത്ത് മീ. നമ്മൾ ഈ കോവിഡ് ടൈം എല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എനപ്പോയിലെ ക്യാമ്പസ്, നമ്മളൊരു ക്യാമ്പസ് ജീവിതമുണ്ട് എനപ്പോയില്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ക്യാമ്പസ് ജീവിതമാണ്. 2 മിനിറ്റ് നിങ്ങൾ നേരത്തെ കണ്ടവർ എന്നോട് ക്ഷമിക്കണം. ഇത് കുറെ അധികം പേര് വൈകി ചേർന്നത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇത് പ്ലേ ചെയ്യുന്നത്. എനപ്പോയുടെ ക്യാമ്പസും അവിടെയുള്ള നിങ്ങൾ CMA USA BComനോടൊപ്പം പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എനപ്പോയ NAC അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ദക്ഷിൺ കന്നഡയിലെ ആദ്യത്തെ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 25 ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും ഭംഗിയായിട്ട് ട്രെയിനിങ്ങും അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് നമ്മൾ ഒരുവിധം ഒരു ഓവർവ്യൂ എല്ലാം തന്നു. ഇപ്പൊ നമ്മൾ സമ്മറി നോക്കുകയാണെങ്കിൽ SR നായർ സാർ ആദ്യം ഇതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് ഫെനില CMA USA പറ്റി പറഞ്ഞു. നമ്മൾ ബ്രയനിൽ നിന്ന് ഇതിന്റെ ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമുക്ക് മനസ്സിലായി. ആൻഡ് ഫൈനലി ഞാൻ കുറച്ച് ഇതിന്റെ ടെസ്റ്റിമോണിയലും ഇത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും എനപ്പോയെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. നിങ്ങൾക്ക് ഒന്നുകിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അതല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടോളൂ. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്?
എന്നൊക്കെയാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ കൗൺസിലർ ഡീറ്റെയിൽസ്, ആ ചോദ്യം ചോദിച്ചത് ആരുടെ അടുത്തുനിന്നായിരുന്നു? സോറി, പേര് നോട്ട് ചെയ്തില്ല. ജേക്കബ് ഷോൺ. ഓക്കെ ഷുവർ. ഞാനൊരു നമ്പർ അയച്ചു തരുന്നുണ്ട്. ഈ നമ്പറിലേക്ക് എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അതിൽ കൺസേൺഡ് ആയിട്ടുള്ള കൗൺസിലറിനെ ഞാൻ കണക്ട് ചെയ്തോളാം. ഇതെന്റെ പേഴ്സണൽ ഡയറക്റ്റ് നമ്പറാണ്. ഇതിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ദെൻ ഐ വിൽ റൂട്ട് ഇറ്റ് ടു ദ കൺസേൺഡ് കൗൺസിലറിലേക്ക് ഇതിനെ ഡയറക്റ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ അതിനെ പോയാൽ ആ ഒരു കൺസേൺ ടീമുണ്ട്, അവരിലേക്ക് ഞാൻ അത് കണക്ട് ചെയ്ത് തരാം. അഡ്മിഷൻസ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വസീമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. CMA ആണോ ACC ആണോ ബെറ്റർ? രണ്ടും നല്ല ക്വാളിഫിക്കേഷൻ ആണ്, വിത്തൗട്ട് എനി ഡൗട്ട്. CMAയും ACCയും നല്ല ക്വാളിഫിക്കേഷൻ ആണ്. CMAയുടെ ഒരു ഓപ്പർച്യൂണിറ്റി, ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിലും ലോകത്ത് എവിടെയും ഇതിനൊരു പ്രാധാന്യമുണ്ട്. നല്ല പ്ലേസ്മെന്റ്സ്, രണ്ട് ക്വാളിഫിക്കേഷനും ഉണ്ട്. CMA USA ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഫാസ്റ്റർ ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 2 പേപ്പേഴ്സേ ഉള്ളൂ. ACCA ആണെന്നുണ്ടെങ്കിൽ 13 പേപ്പർ ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ NPOA വഴി ചെയ്യുമ്പോൾ നമുക്ക് എക്സംഷൻസ് ഉണ്ടെങ്കിലും സ്റ്റിൽ ഒരു 7 പേപ്പർ അഡീഷണൽ ആയിട്ട് എഴുതണം. അപ്പൊ കുറച്ചുകൂടെ സമയം എടുക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുണ്ട്. പക്ഷേ CMA USA ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പാസ്സാവാം. കുറച്ചുകൂടെ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ചാമുണ്ട്. നേരത്തെ ഫെനിൽ പറഞ്ഞ പോലെ, ഫെനിൽ ജനറൽ ആയിട്ട് പറഞ്ഞ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചാമുണ്ട്. ഞാൻ I am more into a financial account, അതിന്റെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഭംഗിയായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ CMA USA നന്നായിരിക്കും. ഓക്കെ, ജോൺ പോളിന്റെ ക്വസ്റ്റ്യൻ ആണ്, CMA US എക്സാം ഓൾവേസ് ഓൺലൈൻ ഓർ ഇല്ല, ഇത് എപ്പോഴും ഓൺലൈൻ എക്സാംസ് ആണ്. എക്സാംസ് ഓൺലൈൻ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് 75%, 25% ഡിസ്ക്രിപ്റ്റീവും ആണ്. By the way, like if I only want to take CMA, അങ്ങനെ എടുക്കാനുള്ള ചോയ്സ് ഉണ്ടോ? ലൈക്ക് എനിക്ക് BCom എടുക്കണ്ട, I just want to take CMA. ഓക്കെ, BCom കഴിഞ്ഞതാണോ നമ്മൾ? അതാണോ ആ ചോദ്യം വരാൻ? ഇല്ല, BCom കഴിഞ്ഞാൽ like if I'm studying somewhere else, I can take extra coaching for CMA മാത്രമായിട്ട്. അതെ, ഇതിപ്പോ ഈ പ്രോഗ്രാം ഇപ്പൊ സപ്പോസ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഡിഗ്രി കഴിഞ്ഞതോ അല്ലെങ്കിൽ ഡിഗ്രി വേറെ എവിടെയോ ചെയ്യുന്നു അങ്ങനെയുണ്ടെങ്കിൽ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഐ വിൽ കണക്ട് ടു ദ കൺസേൺ പേഴ്സൺ. എന്റെ നമ്പർ ഉണ്ടല്ലോ അല്ലെ, ഞാൻ നേരത്തെ അയച്ചിട്ടുണ്ട്. എനിക്ക് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഇന്ന സെമിനാറിന്റെ ആണെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യണം. NPOA സെമിനാറിലാണ് വന്നത് എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ജ്യോതിർ രശ്മി EK ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റി UAE എങ്ങനെയാണെന്ന്. ജ്യോതി, ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു നല്ലൊരു ചോദ്യമാണ് വന്നത്. ഞാൻ വാട്ട് ഐ ഹാവ് സീൻ ഇസ്, ഇപ്പൊ എന്റെ തന്നെ ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് CMA ബോഡി ആയിട്ട് അസോസിയേറ്റഡ്, IMA ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ഐ തിങ്ക് 2005 തുടങ്ങി അസോസിയേറ്റഡ് ആണ്, 16 വർഷം. അന്ന് തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് ഇത് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ളത് ദുബായിലും അവിടെയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മുടെ ആരുടെയെങ്കിലും റിലേറ്റീവോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ദുബായിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്ന അങ്ങനെയായിരുന്നു ഞാനത് അന്ന് കേരളത്തിൽ തുടങ്ങിയിരുന്നത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഇന്നും ഏറ്റവും കൂടുതൽ മൾട്ടിനാഷണൽ കമ്പനീസ് ഉള്ള ഒരു സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ്. അതുകൊണ്ട് തന്നെ CMA US നല്ലൊരു ഡിമാൻഡ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫറൂഖിന്റെ ഒരു സ്റ്റോറി പറഞ്ഞിരുന്നു. ഇത് നേരത്തെ ആന്ധ്രയിലുള്ള വസീം പറഞ്ഞ പോലെ, ഫറൂഖ് എന്ന് പറഞ്ഞ് ഗോവയിലുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു, നമ്മുടെ അടുത്ത് വന്നു. ഇതുപോലെ തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, CMA കഴിഞ്ഞു. 1 വർഷം പുള്ളി ഇവിടെ ബാംഗ്ലൂരോ ഗോവയിൽ തന്നെ ഏതോ ജോലിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ദുബായിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, നമ്മൾ ഇന്റർവ്യൂവിന് വിട്ടു. നമ്മളൊരു അല്പം സ്ട്രോങ് റെക്കമെൻഡേഷനോടുകൂടെ വിട്ടു. ഭംഗിയായിട്ട് ഫസ്റ്റ് ഇതിൽ തന്നെ കയറി. ഇന്ന് വളരെ അതായത് വളരെ വളരെ കഷ്ടപ്പാടുണ്ടായിരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വന്നാണ്. ഗോവയിൽ വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് പുഷ് ചെയ്തത്. അയാൾക്ക് താങ്ക്ഫുള്ളി അത് കിട്ടി. ഇന്ന് ഏറ്റവും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, ദുബായിലാണ് കക്ഷിയുള്ളത്, ഏതൊരു ഫാർമ കമ്പനിയാണ്, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്താ പറയുക, സാലറി ഇതിൽ തന്നെ 1.5 ലക്ഷം രൂപ മന്ത്ലി സാലറി, അക്കോമഡേഷൻ, ദുബായിൽ അക്കോമഡേഷൻ ഉൾപ്പെടെയാണ്. പിന്നെ 1 ടൈം ഫ്ലൈറ്റ് ഫെയറോ അങ്ങനെ വളരെ ഒരു ലൈഫ് തന്നെ മാറിപ്പോയി കക്ഷിയുടെ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ പറഞ്ഞു വന്ന ജ്യോതിർമയുടെ ആൻസർ, ദുബായിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അക്രോസ് മിഡിൽ ഈസ്റ്റില്. പിന്നെ US കാനഡയിലും ഒക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ യൂറോപ്പിലും ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട്. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞ പോലെ സിറ്റി ഓഫ് ബാംഗ്ലൂർ പോലുള്ള സിറ്റീസിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇതിനുണ്ട്. ജ്യോതി, ഞാൻ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഐഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫീ ഫോർ BCom വിത്ത് CMA. ഐഷ, ഞാനത് എനിക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യൂ. ഞാൻ കൺസേൺഡ് ആയിട്ടുള്ള
കൗൺസിലറിനെ കണക്ട് ചെയ്യാം. അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫീസ് മാത്രമല്ല ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് പാസ് ഓൺ ചെയ്യാൻ പറ്റും. അത് മതിയല്ലോ അല്ലേ? ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്തിരി വോയിസ് വരുന്നത്. ഓക്കെ, ഫെനിൽ, ഞാൻ ചില ചോദ്യങ്ങൾ ഞാൻ റൺ ചെയ്യുവാണ്. ഈസ് ദർ എനി സ്കോപ്പ് ടു ഗെറ്റ് ജോബ് ഇൻ ഗവൺമെന്റ് സെക്ടേഴ്സ് ആഫ്റ്റർ ഗ്രാജുവേഷൻ ഓഫ് CMA? പൊതുവെ ഗവൺമെന്റ് കമ്പനീസിൽ ഇപ്പോൾ നമ്മളിപ്പോ ഒരു ഇപ്പൊ കേരള സർക്കാരിൽ ജോലി വേണം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ CMA റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇന്നത്തെ നിലയിൽ ഇത്രയധികം മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ പബ്ലിക് സെക്ടർ കമ്പനീസിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് സ്റ്റാർട്ട് ചെയ്തത്, ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞു. പക്ഷെ ഞാൻ വളരെ സെറ്റിൽഡ് ലൈഫിൽ നിന്ന് ഞാൻ പുറത്ത് പ്രൈവറ്റ് കമ്പനീസിൽ, പിന്നീട് ക്യാപ്ജെമിനി പോലുള്ള കമ്പനീസിലേക്ക് പോയിരുന്നു, CMA ഒപ്പം പ്രൊമോട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ. അപ്പൊ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ഒരു 30 വർഷം മുമ്പ് നമുക്ക് ലിമിറ്റഡ് ആയിരുന്നു. ഇന്ന് പ്രൈവറ്റ് കമ്പനീസിലുള്ള നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനോർമസ് ആണ്, വളരെയധികം അപ്പൊ നമ്മൾ കൺവെൻഷണൽ ആയിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞ് പെൻഷൻ കിട്ടും അങ്ങനെ ഒരു രീതിയിൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ചിന്തിക്കേണ്ട കാര്യമില്ല. CMA പോലുള്ള കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഇന്ത്യയിൽ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനീസ്, ഞാൻ പഠിപ്പിച്ച് പാസ്സായ കുട്ടികൾ വളരെ ജൂനിയർ ലെവലിൽ നിന്ന് ഇന്ന് ഡയറക്ടർ ലെവൽ, EYയുടെ ഡയറക്ടർ ലെവലിൽ വരെയുള്ള ആളുകളുണ്ട് നമ്മുടെ. EY എന്ന് വെച്ചാൽ ഏണസ്റ്റ് ആൻഡ് യങ്, വളരെ അതുപോലെ തന്നെ പല കമ്പനീസ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് കമ്പനിയിൽ ഗവൺമെന്റ് ജോലി അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊക്കെ മാറണം. അതൊക്കെ ഒരു BCom കഴിഞ്ഞ ഒരു PSC ടെസ്റ്റ് അങ്ങനെയുള്ളത്. പക്ഷെ നിങ്ങളൊരു പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം പ്രൈവറ്റ് സെഗ്മെന്റിൽ അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. I hope I answered that. Sir, how much percentage should we get in 12th in order to get in BCom with CMA? അതിന് പെർസെൻറ്റേജ് ഇപ്പൊ ബാധകമല്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട് CMAക്ക് BComനോടൊപ്പം. അത് ഞാൻ ഓഫ്ലൈൻ ആയിട്ട് I will connect you with the counselor. അപ്പൊ അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും വളരെ വിസ്തൃതമായിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പൊ ഇതിന് ആൻസർ ദാറ്റ് യു ഷുഡ് ബി പാസിംഗ് +2 കഴിഞ്ഞുണ്ടാവണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. ജോയൽ, ഞാൻ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് സിന്ധു ഒരു കൈ പൊക്കുന്നുണ്ടായിരുന്നു. Sindhu, any questions? Sindhu, you are asking, you are raising hands. Okay, we'll continue. Sir, how is MyLogic coaching different from other coaching institutes like, okay, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്? See, I am not here to compare X institute or Y institutes. അങ്ങനെ ഒരു കമ്പാരിസൺ നമ്മളില്ല. All institutes have their own plus and minuses. What I could say, നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ NFOയിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു. നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഏകദേശം 495 മണിക്കൂറാണ് നമ്മുടെ ട്രെയിനിങ്. എനിക്ക് ഒരു കാര്യം ഉറപ്പു തരാം, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമില് ഗ്ലോബലി വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇത്ര ഒരു ലെവൽ ഓഫ് എക്സ്റ്റെൻഡഡ് അവേഴ്സ്, അത് കഴിഞ്ഞ് റിവിഷൻ ക്ലാസ്സസ്, അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട്, മോക്ക് എക്സാം, അത് ഗ്ലോബലി കാരണം എനിക്ക് ബ്രെയിനെല്ലാം ഐ ഹാവ് ലോട്ട് ഓഫ് കണക്ട്സ് ഇൻ US. ഗ്ലോബല് അത്ര തന്നെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടോ എന്നുള്ള ഡൗട്ട്സ് ആണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് വളരെയധികം സമയമെടുത്ത് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ വളരെയധികം എഫേർട്ട് എടുത്ത്, കാരണം +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വരുമ്പോൾ അവരുടെ പേസിൽ നമ്മൾ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അവേഴ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫെനിലിനോട് സംസാരിക്കുകയായിരുന്നു. വേറൊരു വിഖ്യാതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി, ഞാൻ പേര് പറയുന്നില്ല, അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്കഷൻ വന്നതും ആ ഒരു രീതിയിൽ ഇപ്പൊ ജനറൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് പല യൂണിവേഴ്സിറ്റീസിലുള്ള കൊടുക്കുന്ന നമ്പർ ഓഫ് അവേഴ്സിനെ പറ്റി നമ്മൾ കൊടുക്കുന്നതിന്റെ 1/3 ഭാഗം മാത്രം. ഓക്കെ, അത് ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നോ ഏത് പ്രൊവൈഡർ ആണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ ജനറൽ ആയിട്ടുള്ള ഇത് നമ്മൾ കൊടുക്കുന്ന 1/3% അവേഴ്സ് മാത്രം. അപ്പൊ അത് എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്? +2 കഴിഞ്ഞിട്ടുള്ള കുട്ടിക്ക് അതുപോലെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അവനത് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം 495 മണിക്കൂറാണ് നമ്മൾ NFOയുടെ BComനോടൊപ്പം CMA പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. അത് എനിക്ക് ഉറപ്പു തരാം മറ്റൊരാൾക്കും അത്തരം ഒരു ഇത് ഇന്നത്തെ നിലയിൽ കൊടുക്കുന്നില്ല എന്നുള്ള. മൗര്യ, മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു ഹംബിൾ തോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം എഫേർട്ട് എടുത്ത് കുട്ടികളെ പഠിപ്പിച്ച് പാസ്സാക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഐ ഹോപ്പ് ഐ ആൻസർഡ് മൗര്യ. Is there any scope to get a job at UK directly after ACCA? Since തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ACCA കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നുള്ളതാണ്. ഇത് നമ്മൾ CMA USA ഒരു വെബിനാറാണ് പ്രിഡോമിനന്റ്ലി.
CMA USA-ക്കും ACCA-ക്കും യൂറോപ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ACCA നേരത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, CMA USA-ക്ക് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കൂടി വരുന്നുണ്ട്. അവിടെ ഒരു വി ഹാവ് സീൻ ദാറ്റ് നമുക്ക് ഇന്നത്തെ നിലയിൽ നമുക്ക് ആംസ്റ്റർഡാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യൂറോപ്പിലുള്ള ഒരു പ്രധാന ഭാഗമാണ്. സ്വിറ്റ്സർലാൻഡ്, അനദർ സ്ഥലം, അവിടെ നിന്നെല്ലാം സ്റ്റുഡൻസ് നമ്മുടെ ഇതിൽ ചേരുന്നുണ്ട്. മൈലോജിക്കിന്റെ സ്റ്റുഡൻസ് ആണ്. US നിന്ന് ഒത്തിരി പേര് ചേരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു വളരെ ഭംഗിയായിട്ട് നമ്മളൊരു സെൽഫ് ലേണിംഗ് പ്ലാറ്റ്ഫോം വഴി ഭംഗിയായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള സ്റ്റുഡൻസ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ആ ഒരു ക്വാളിറ്റി താങ്ക്ഫുള്ളി ദൈവാനുഗ്രഹം കൊണ്ട് അത് കൺസിഡർ ചെയ്ത് അവിടെ നിന്ന് വന്ന് നമ്മൾ ഓൺലൈനിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇന്നത്തെ നിലയിൽ. അപ്പൊ ആ ഒരു ഇതെല്ലാം വരുന്നത് അതിനുള്ള ഒരു പ്രാമുഖ്യം കൂടുന്നത് കൊണ്ടാണ്. ഐ ഹോപ്പ് ഐ ആൻസേർഡ് ദാറ്റ്. Okay, Sindhu, you have a question. You are raising hands for long. Choicholu. Sindhu, you are there? Okay, വീണ്ടും മിസ് ചെയ്തു പോയി, സോറി. Okay, can we take admission through online എന്നാണ് അമീര ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അമീര, ഓൺലൈൻ വഴി തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷനായിട്ട് നിങ്ങൾ വരേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞ് എൻ്റെ നമ്പർ ഞാൻ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് സേവ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് വാട്സപ്പ് മീ, ഞാൻ ഇന്ന പോലെ സെമിനാർ, ഇന്ന പോലെ ഈ വെബിനാർ, എന്നെപ്പോലെ വെബിനാർ സ്പെസിഫൈ ചെയ്യണം, ഇതിൽ അറ്റൻഡ് ചെയ്താണ്, എനിക്ക് ഓൺലൈനിലുള്ള ഡീറ്റെയിൽസ് വേണം, അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഏബിൾ ടു ക്ലാരിഫൈ. ഓക്കെ ഓക്കെ ആയിഷയ്ക്ക് വീണ്ടും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ക്യാൻ വി അപ്ലൈ ടു ദിസ് കോഴ്സ് ഫ്രം UGC പോർട്ടൽ? ഞാൻ പറയുന്നത് അത് ഡയറക്റ്റ്ലി എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യും, ഞാൻ ഗൈഡ് ചെയ്യാം. അഡ്മിഷൻ പ്രോസസ്സ് തന്നെയുണ്ട്, ഞാനത് ഹെൽപ്പ് ചെയ്യാനാണ് ചെയ്യുന്നത്. ഇപ്പോൾ സമയദൈർഘ്യം കൊണ്ടാണ് ഞാൻ അതിന്റെ എങ്ങനെയാണെന്നുള്ള മുഴുവൻ പ്രോസസ്സിലേക്ക് വരാത്തത്. പക്ഷെ തീർച്ചയായിട്ടും അതിന് ഞാനത് ഹെൽപ്പ് ചെയ്യാം. ഐഷ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ BCom മാത്രമായിട്ട് BCom + CMA അങ്ങനെയുള്ള ഓരോന്നിനും ഓരോ ഫീസ് സ്ട്രക്ചർ ആണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫീസ് സ്ട്രക്ചറിലേക്ക് പോകാത്തത്. പക്ഷെ തീർച്ചയായിട്ടും മുഴുവൻ ഡീറ്റെയിൽസും, ആ കോഴ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഓഫ്ലൈൻ ആയിട്ട് കണക്ട് ചെയ്യാം. എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്ക് കണക്ട് ചെയ്ത് മുഴുവൻ ഇൻഫർമേഷനും ഐഷയ്ക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ എൻ്റെ നമ്പർ വാട്സപ്പ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഫെനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്യാൻ വി സ്റ്റഡി CMA ഡയറക്ട്ലി ആഫ്റ്റർ 12th ആൻഡ് കോമേഴ്സ് വിത്തൗട്ട് BCom എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഫെനിൽ, യു വാണ്ട് ടു ടേക്ക് ഇറ്റ്? Yeah, no issues, Vinod. Thank you. You can do even like CMA. You can prepare for CMA while even in your 12th standard or even in your graduation. But to fulfill or to get the final credential CMA, and if you need to get the certified title, you need to complete both part exam. You should be a graduate and 2 years of relevant experience. So നിങ്ങൾക്ക് പഠിക്കാം, പരീക്ഷ എഴുതാം, നിങ്ങളുടെ 2 എക്സാം പാസ്സായ റിസൾട്ട് കിട്ടുന്ന ഷീറ്റ് ഈസ് ഗുഡ് ഇനഫ് ടു ഷോക്കേസ് യു എക്സാംസ് കംപ്ലീറ്റഡ്. പക്ഷേ ഫൈനലി നിങ്ങൾക്ക് ഒരു CMA എന്നൊരു ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി മസ്റ്റ് ആണ്. ദാറ്റ് ക്യാൻ ബി ഫ്രം എനിവെയർ, പ്രിഫറബിളി in the field of commerce and finance. I hope I answered, Vinod. Thanks, Vin. ജോയലിന് വീണ്ടും ഒരു സംശയം ചോദിക്കുന്നത്, 12th റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ ഹൗ വി വിൽ ബ്ലോക്ക് ദ സീറ്റ് എന്നുള്ളതാണ്. ജോയൽ, ഡോണ്ട് വെറി, വി ആർ ഹിയർ ടു സപ്പോർട്ട്. ആകെ ചെയ്യേണ്ടത് എനിക്കൊന്ന് അയച്ചേരും, ഒരു പ്രോസസ് ഉണ്ട്, അഡ്മിഷൻ പ്രോസസ് ഉണ്ട്. സോ ഐ വിൽ ബി കണക്ടിങ് യു വിത്ത് ദ എക്സാക്ട് കൺസേൺ പേഴ്സൺ. അപ്പൊ അവർ അത് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡൻസ് തരും. അബ്സല്യൂട്ട്ലി ഡോണ്ട് വെറി, വി ആർ ഹിയർ ടു സപ്പോർട്ട്. എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ പല കൗൺസിലേഴ്സ് ഉണ്ട്, അവരുടെ എല്ലാം നമ്പർ തരാത്തത്. ഐ വിൽ ബി സ്റ്റാൻഡിങ് ആസ് എ സിംഗിൾ പോയിന്റ് ആൻഡ് ഈസിലി കണക്ട് ചെയ്ത് തരാം. അതുകൊണ്ടാണ് എൻ്റെ നമ്പർ ഞാൻ അയച്ചത്. അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ നമ്പർ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാം, എവരി വൺ ഒന്ന് നോട്ട് ചെയ്തോളൂ. +91 98 457 23042. ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇന്ന പേരും പറയുക, ഇന്ന കോളേജിൽ ഇന്ന നമ്മൾ ഈ വെബിനാറിന്റെ ഭാഗമാണെന്നുള്ളത് പറഞ്ഞാൽ മതി. ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, സിന്ധു ഉണ്ടോ അവിടെ? സിന്ധു ഒരു ചോദ്യം ചോദിച്ചിരുന്നു. സിന്ധു, യു ആർ there? Are you there, Sindhu? You are asking a question. You raised hand. Sorry. Okay, so I missed out. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? നമ്മൾ ഐ ഹോപ്പ് ഐ ആൻസർഡ് മോർ ഓർ ലെസ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. Any other questions? So, Aisha have a question. Can a science student get qualified for CMA USA? 100% സയൻസ് +2 നിങ്ങൾ സയൻസ് പഠിച്ചാണെങ്കിലും യാതൊരു വിധത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബികോമിനോടൊപ്പം ഭംഗിയായിട്ട് CMA USA ചെയ്യാം. ഞാനിപ്പോൾ എന്നെപ്പോയിൽ പഠിക്കുന്ന പല കുട്ടികളിലും
ബികോം കഴിഞ്ഞ സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് ചേർന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ വളരെ ബേസ് ലെവലിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്കും ചേരാൻ സാധിക്കും. അനക്കയ്ക്ക് ചോദ്യമുണ്ട്. ബികോം ഇപ്പം മറ്റേ കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ ബികോം വേറെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം അനക. എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. Any other questions? Anybody? ഞാൻ എൻ്റെ നമ്പർ ഒന്നുകൂടെ അയച്ചു തരാം, ഒന്ന് വാട്സപ്പ് ചെയ്യാം. എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഹാപ്പി ടു അഡ്രസ്. +919845723042 എന്നുള്ള രീതിയിലാണ്. വസീമിന് സംശയമുണ്ട്. ACC ഇതൊരു CMA-യുടെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വെബിനാർ ആയിരുന്നു. കൂടുതലും CMA-യുടെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത്. വസീം എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യും, ഞാൻ എന്നെ പോയിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം കേട്ടോ. യൂണിവേഴ്സിറ്റിയിൽ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് തരാം. Hi sir, hi, am I audible? Yes, ആരാ സംസാരിക്കുന്നത്? നിഹാൽ. നിഹാൽ, പറഞ്ഞോളൂ നിഹാൽ. സാർ, ഞാൻ ബികോം സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയിരുന്നു. ശരി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ബികോം പഠിക്കുമ്പോൾ ഇത്ര പോപ്പുലർ അല്ലായിരുന്നു. ബികോം പ്ലസ് CMA എന്നുള്ള കോഴ്സ് അത്ര പോപ്പുലർ ഞാൻ അറിയില്ലായിരുന്നു അതിനെ പറ്റിയിരുന്നു. മനസ്സിലായി. അപ്പോൾ ഞാനിപ്പോൾ ബികോം ഫിനാൻസ് സെക്കൻഡ് ഇയർ കഴിയാനായിരുന്നു. ശരി. അപ്പോൾ എനിക്കിപ്പോൾ സെക്കൻഡ് ഇയറിൽ CMA ജോയിൻ ചെയ്യാൻ പറ്റുമോ? എന്നെ ഒന്ന് ഓഫ്ലൈൻ ആയിട്ട് കണക്ട് ചെയ്യൂ. വേറെ ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് CMA ചെയ്യണതിനുള്ള ഒരു വഴി ഉണ്ടാക്കി തരാം. നമുക്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിനോടൊപ്പം സംശയമാണ്, പക്ഷെ അത് ഓഫ്ലൈൻ ആയിട്ട് ഒത്തിരി പേര് മംഗലാപുരത്ത് നിന്ന്. എവിടെ നിന്നാണ് നിഹാൽ? എവിടെ നിന്നാണ്? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത്. എവിടെ? നാട്ടില് കേരളത്തിൽ എവിടെയാ? കേരളത്തിൽ കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ്. കേരളത്തിൽ നിന്ന് ഒത്തിരി കുട്ടികൾ നമ്മുടെ അടുത്ത് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ബികോമിനോടൊപ്പം CMA ചെയ്യുന്നുണ്ട്. ഐ വിൽ ഹെൽപ്പ് യു ഔട്ട് നിഹാൽ, നോട്ട് വറി. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്പറിലും വിളിക്കുക. എൻ്റെ ഇമെയിൽ ID ഞാൻ അയച്ചു തരാം. എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും മെസ്സേജ് അയച്ചോളൂ. വാട്ട് എവർ ബെസ്റ്റ് പോസിബിൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. എൻ്റെ ഇമെയിൽ ID നോട്ട് ചെയ്തോളൂ. vinod@mylogicvideos.com. നമ്മുടെ വെബ്സൈറ്റ് mylogicvideos.com. അതുപോലെ തന്നെ എനപ്പോയ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. എനപ്പോയ യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഞാൻ ആ ടെസ്റ്റ് ഇത് കാണിച്ചിരുന്നു, എനപ്പോയുടെ വീഡിയോ കാണിച്ചിരുന്നു, ക്യാമ്പസ് ലൈഫ് എല്ലാം കാണിച്ചിരുന്നു. കോവിഡ് കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഒരു വളരെ ഒരു ഐ ഓൾവേസ് ലൈക്ക് ടു ഗോ ടു മാംഗ്ലൂർ. മാംഗ്ലൂർ ഒരു എനപ്പോയുടെ ഒരു വളരെ ഒരു പോസിറ്റീവ് ഇതുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഒരുവിധം നമ്മൾ എല്ലാം ആൻസർ തരാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. CMA USA പറ്റിയിട്ടും അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും അത് എനപ്പോയുടെ ഒപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും ഒരുവിധം ഒരു ഇൻഫർമേഷൻ തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പേഴ്സിൽ മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞാനത് ഹെൽപ്പ് ചെയ്യാം. ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും അതിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് കൂടാണ്ട് ഇതിൽ ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇതിനൊരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട് SR നായർ സാറ്, ഫെനിൽ വടക്കൻ, അതുപോലെ തന്നെ ബ്രയൻ ഹോക്ക്, ഇങ്ങനെ 3 പേരും വന്നിരുന്നു. അവരുടെ ആ ഒരു വിലപ്പെട്ട സമയത്തിൽ അവർ മാക്സിമം ഇൻഫർമേഷൻ തന്നിരുന്നു. സോ താങ്ക്സ് എ ലോട്ട് SR നായർ സാർ. ഫെനിൽ, താങ്ക് യു സോ മച്ച്. യു ഹാവ് ബീൻ വെരി ഇൻസ്പിറേഷൻ ആസ് ഓൾവേസ്. Brian, once again, thank you so much for all insights given. Thank you so much. Thank you. So once again, Shahid ji, thank you everyone. Good friend of mine, Shahid ji, started with a good, very positive note. And നമുക്ക് അതുപോലെ Matthew, thank you for being here. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് നമ്മളെ ഇന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും once again ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പ്രൊഫസേഴ്സിനും, എല്ലാ കൺസൾട്ടൻസിനും, എല്ലാവർക്കും അതിന് ഒരു പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് we will meet again. Please feel free to reach out to me any point of time. Thank you so much. Thank you. Good day. Thank you, sir.